ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 ലെവലിൽ മൊത്തം നമ്മൾ ഒരൊറ്റ വീഡിയോയിൽ ഇന്ന് ചെയ്യുവാണ്. അതായത് നമ്മൾ ഓരോ സെപ്പറേറ്റ് വെച്ച് നേരത്തെ ചെയ്ത വീഡിയോ എല്ലാം കൂടെ ഞാൻ ആഡ് ചെയ്ത് ഒറ്റ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിന് ഞാൻ എല്ലാം കൂടെ ഒറ്റ വീഡിയോ ആക്കി ഞാൻ ചെയ്തേക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഓരോ വീഡിയോയിലും ചിലപ്പം റിപ്പീറ്റായിട്ട് മറ്റേ ഒരു വീഡിയോയുടെ കാര്യം പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അത് ഗ്രാമർ പോർഷനും ഉണ്ട്, അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ലെവലുണ്ട്, എക്സാം പ്രിപ്പറേഷനും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ ഇൻസ്റ്റ ഐ ഡി ആണ്, അതിൽ കയറി മെസ്സേജ് അയച്ചാൽ മതി. അടുത്ത വീഡിയോ ബേസ് ഫ്രാഗയെക്കുറിച്ചാണ്. ബേസ് ഫ്രാഗെ എന്ന് പറഞ്ഞാൽ W ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷിൽ W ക്വസ്റ്റ്യൻസ് എന്ന് പറയും. ഡബ്ല്യുവിനെ നമ്മൾ ജർമ്മനിൽ വേ എന്നല്ലേ പറയുന്നത്, അതുകൊണ്ടാണ് ഇവിടെ വേ ഫ്രാഗെ എന്ന് പറയുന്നത്, W ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ W ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. വാട്ടിന് നമ്മൾ വാസ്, which, welche, how, wie, who, where, where, wo, to where, wohin, to where, wohin, from where, woher, how much, we feel and we feel, how much we feel, how many we feel, why, വാറും, how long, wie lange, how oft, wie oft, since when, seit wann, with whom, mit wem, when. ഒന്നുകൂടെ പറയാം. വാസ്, വെൽച്ചെ, വി, വെർ, വോ, wohin, woher, wie viele, warum, wie lange, wie oft, seit wann, mit when. നമുക്ക് 3 കേസ് ഉണ്ട്. നൊമിനാറ്റീവ്, അക്വസാറ്റീവ്, ഡയറക്റ്റീവ്. 3 കേസ് ഉണ്ട്. ഈ 3 കേസിലും ഈ ജെൻഡർ അനുസരിച്ച് എങ്ങനെ നൗൺസിന്റെ ആർട്ടിക്കിൾ വരുമെന്നാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ ഇംഗ്ലീഷിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൗൺസിനൊന്നും അധികം ആർട്ടിക്കിൾ ആയിട്ടൊന്നുമില്ല. എ, ആൻ അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജർമ്മനിൽ അങ്ങനല്ല. ജർമ്മൻ ലാംഗ്വേജിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോ നൗൺസിനും അവരുടെ ജെൻഡർ അനുസരിച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പം ഓരോ നൗണിൻ്റെ ആർട്ടിക്കിളും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ ഉള്ളൂ നമുക്ക് സെൻറ്റൻസ് മേക്കിംഗ് ആകുമ്പോഴത്തേനും അത് കറക്റ്റ് സെൻറ്റൻസ് രീതിയിൽ നമുക്ക് ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ബെസ്റ്റിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ, നമ്മുടെ ഇംഗ്ലീഷിൽ ദാ എഴുതത്തില്ലേ, അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ദായ്ക്ക് പകരം നമ്മളിവിടെ ഈ ബോക്സിൻ്റെ അകത്ത് തന്നിരിക്കുന്ന രീതിയിൽ ഓരോ നൗണിൻ്റെ ജെൻഡർ അനുസരിച്ച് നമ്മൾ ഈ തർത്തി അങ്ങനെയുള്ള നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, അതായത് ആർട്ടിക്കിൾ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കോളമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ കേസിൽ ഓരോ ആർട്ടിക്കിൾ എങ്ങനെയാണ് വരുന്നതെന്നും അതിൻ്റെ ജെൻഡറും ഏതാണെന്നും എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ എല്ലാം നല്ല വൃത്തിക്ക്
ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച് വെക്കണം. തുടക്കത്തിൽ തന്നെ നമ്മളിത് നല്ലപോലെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ബാക്കി മുമ്പോട്ട് പോകുന്തോറും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഗ്രാമറൊക്കെ സെൻറ്റൻസ് മേക്കിംഗ് ഒക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം നമ്മുടെ നൊമിനാറ്റീവ് കേസ് ആണ് ആദ്യം പറയുന്നത്. നൊമിനാറ്റീവ് കേസിൽ മസ്കുലിൻ എങ്ങനെയാണ്, ഫെമിനിൻ, നോട്രൽ, പ്ലൂറൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഏത് ആർട്ടിക്കിളാണ് വരുന്നതെന്ന് നോക്കാം. നൊമിനാറ്റീവ് കേസിൽ ദർ, ദി, ദസ്, ദി. അക്യുസാറ്റീവ് കേസിൽ ദെൻ, ദി, ദസ്, ദി. അതായത് ഫെമിനിനും നോട്രലും പ്ലൂറാലും സെയിം തന്നെയാണ് നമ്മുടെ ലെസ്സൻറ്റ് ആർട്ടിക്കിളിനാകുമ്പോഴത്തേനും വരുന്നത്. അക്യുസാറ്റീവിൽ വരുമ്പോൾ എന്താണ്, ദർ എന്നുള്ളത് ദെൻ ആകും. ബാക്കി ഫെമിനിൻ വന്നാലും നോട്രൽ വന്നാലും പ്ലൂറൽ വന്നാലും ഒക്കെ നൊമിനാറ്റീവിലും അക്യുസാറ്റീവും സെയിം തന്നെയാണ്. മസ്കുലിനെ ചേഞ്ച് വരുന്നുള്ളൂ. ഓക്കെ, അടുത്തത് ഡാറ്റീവ്. ഡാറ്റീവ് പറയുമ്പം മസ്കുലിന് ദെം ആവും, ഫെമിനിന് ദർ ആവും, നോട്രലിന് ദെം ആവും, ദെൻ പ്ലൂറലിൽ ദെൻ പ്ലസ് എൻ എന്നാവും. ദെൻ പ്ലസ് എൻ അങ്ങനെ ആവും. ഓക്കെ, പ്ലസ് എന്ന് പറഞ്ഞാൽ പ്ലസ് എന്നാണ്, പ്ലസിനെയാണ് നമ്മൾ പ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. നൊമിനാറ്റീവ് കേസിൽ ദർ, ദി, ദസ്, ദി. അക്യുസാറ്റീവിൽ ദെൻ, ദി, ദസ്, ദി. ഡാറ്റീവിൽ ദെം, ദർ, ദെം, ദെൻ പ്ലസ് എൻ. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് ഉൺബെസ്റ്റിംഗ് ആർട്ടിക്കിൾ. ഉൺബെസ്റ്റിംഗ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിലെ എ, ഓർ, ആൻ ആ ആർട്ടിക്കിളാണ് ഇവിടെ ഉൺബെസ്റ്റിംഗ് ആർട്ടിക്കിൾ എന്ന് നമ്മൾ ജർമ്മനിൽ പറയുന്നത്. ഓക്കെ, ഇവിടെയും ഇതുപോലെ തന്നെ 3 കേസസ് ആണ്, നൊമിനാറ്റീവ്, അക്യുസാറ്റീവ്, ഡാറ്റീവ്. ഇവിടെയും എന്താണ് 4 ജെൻഡറായിട്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്ലൂറൽ കേസിൽ ഒന്നും ആർട്ടിക്കിൾ ഇല്ല. മസ്കുലിനും ഫെമിനിനും നോട്രലിനും മാത്രമേ നമുക്ക് ആർട്ടിക്കിൾ വരുന്നുള്ളൂ. അപ്പം അതൊക്കെ ഏതൊക്കെയാന്ന് നോക്കാം. നൊമിനാറ്റീവിൽ വരുമ്പോഴത്തേന് ഐൻ, ഐനെ, ഐൻ. അക്യുസാറ്റീവിൽ വരുമ്പോഴത്തേനും ഐനൻ, ഐനെ, ഐൻ. ഡാറ്റീവ് വരുമ്പം ഐനം, ഐനർ, ഐനം. ഇവിടെയും വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. ഫെമിനിനും നോട്രലും സെയിം തന്നെയാണ് നമുക്ക് നൊമിനാറ്റീവിലും അക്യുസാറ്റീവിലും വരുന്നത്. ഡാറ്റീവിലാണ് വ്യത്യാസം വരുന്നത്. ഐനം, ഐനർ, ഐനം. ഓക്കെ, ഇവിടെ ഓർക്കുക, ഇവിടെ പ്ലൂറൽ കേസ് ഒന്നും ആർട്ടിക്കിൾ വരത്തില്ല. എവിടെ, ഉൺബെസ്റ്റിംഗ് ആർട്ടിക്കിളിൽ. ഓക്കെ, അടുത്തതാണ് നെഗേറ്റീവ് ആർട്ടിക്കിൾ. നെഗേറ്റീവ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നോ, അതായത് നമുക്ക് കൈൻ എന്ന്, അതായത് വേണ്ട, നമ്മൾ നെഗറ്റ് ചെയ്യാനായിട്ട്, അതായത് നെഗറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ വേണ്ടെന്ന് പറയാനായിട്ടുള്ള സമയത്ത് യൂസ് ചെയ്യേണ്ട ആർട്ടിക്കിൾസും അതിൻ്റെ ജെൻഡർ അനുസരിച്ചുള്ള കേസസ് ആണ് പറയുന്നത്. ഇവിടെ നൊമിനാറ്റീവ് കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. കൈൻ, കൈനെ, കൈൻ, കൈനെ. കൈൻ, കൈനെ, കൈൻ, കൈനെ. ഓക്കെ, അടുത്തത് വരുന്നത് അക്യുസാറ്റീവ് ആണ്. അക്യുസാറ്റീവിൽ വരുന്നത് കൈനൻ, കൈനെ, കൈൻ, കൈനെ. ഡാറ്റീവിൽ വരുന്നത് കൈനം, കൈനർ, കൈനം, കൈനൻ പ്ലസ് എൻ. ഓക്കെ, ഇവിടെയും നൊമിനാറ്റീവ് അക്യുസാറ്റീവും സെയിം തന്നെയാണ്. ഏത്, ഫെമിനിനും നോട്രലും പ്ലൂറലും സെയിം തന്നെയാണ്. മസ്കുലിൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പം ആർട്ടിക്കിൾ എല്ലാം കൃത്യമായി മനസ്സിലാക്കി എല്ലാം കാണാപ്പാഠം പഠിക്കുക, തെറ്റിപ്പോകരുത്. പ്ലൂറൽ കേസിന് മാത്രമേ ഉള്ളൂ ദെൻ പ്ലസ് എൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺജുഗേഷൻ ആണ്. അതായത് നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് കോൺജുഗേഷൻ. അതായത് ഹാബൻ, സൈൻ. ഹാബൻ്റെ സൈൻ്റെ, ഹാബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹാവ് എന്നാണ്, സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി എന്നാണ്. അപ്പം ഇത് രണ്ടും നമ്മൾ ആദ്യം തന്നെ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. കോൺജുഗേഷൻ നമ്മൾ എപ്പോഴും സെൻറ്റൻസ് മേക്കിങ്ങിൽ അത്യാവശ്യമാണ്. ഒരു സെൻറ്റൻസ് മേക്കിങ്ങിൽ സെക്കൻഡ് പൊസിഷനിൽ വെർബാണ് വരുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ആ വെർബിൽ എപ്പോഴും നമ്മൾ സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പം സബ്ജക്റ്റിനനുസരിച്ച്
വെർബ് കോഞ്ചുഗേറ്റ് ചെയ്താണ് നമ്മൾ എഴുതുന്നത്. അപ്പം മസ്റ്റായിട്ടും നമ്മളിത് പഠിച്ചിരിക്കണം. ബൈ ഹാർട്ട് ചെയ്ത് വേണം വെക്കാൻ. ഓരോ ടിപ്പുണ്ട്, അതനുസരിച്ച് വേണം നമ്മൾ ഇത് കറക്റ്റ് രീതി മനസ്സിലാക്കിയാൽ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഹാബൻ്റെ കോഞ്ചുഗേഷൻ നോക്കാം. ഹാബൻ എന്ന് പറഞ്ഞാൽ ടു ഹാവ് എന്നാണ്. അപ്പം ഇഷ്, ടു, എർസിയർ, വിയർ, ഹിയർ, സി സി, ഇങ്ങനെ ഈ 3, 4, 5, 6 എണ്ണായിട്ട് 5, 6 എണ്ണായിട്ടാണ് നമ്മൾ കോഞ്ചുഗേഷൻ ഫോമിൽ എഴുതുന്നത്. അതായത് ഓരോ പേഴ്സണും വരുമ്പോഴും എങ്ങനെ എഴുതണമെന്നാണ് ഇവിടെ കോഞ്ചുഗേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇഷ് എന്ന് പറഞ്ഞാൽ ഞാൻ. അപ്പം ഓരോ പേഴ്സണൽ പ്രൊണൗണിന്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാലേ ഉള്ളൂ നമുക്കതനുസരിച്ച് കോഞ്ചുഗേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇഷ് എന്ന് പറഞ്ഞ് എഴുതുമ്പം അതിനെ ഹാബൻ എന്നുള്ള വെർബിനെ നമ്മൾ ഹാബെ എന്ന് നമ്മൾ കോഞ്ചുഗേറ്റ് ചെയ്യും. അതായത് വെർബ് സ്റ്റാം മാത്രമേ നമ്മൾ വെക്കത്തുള്ളൂ. ബാക്കി ആമന്റെ വരുന്നത് എൻഡിൽ വരുന്ന 2 EN എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് കളയും. അങ്ങനെയാണ് നമ്മൾ എല്ലാ വെർബും നമ്മൾ കോഞ്ചുഗേറ്റ് ചെയ്യുന്നത്. ഒരു ഫുൾ വെർബ് എന്ന് പറഞ്ഞാൽ ഹാബൻ എന്ന് എഴുതിയിരിക്കുന്നതാണ് ഫുൾ വെർബ്. വെർബ് സ്റ്റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HAB അത്രയും വരുന്നത്, അവസാനത്തെ 2 അക്ഷരം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള ബാക്കിയുള്ളതാണ് വെർബ് സ്റ്റാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെർബ് സ്റ്റാം വരെ എഴുതിയിട്ട് നമ്മുടെ സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ ആമൻ്റെയിൽ നമ്മൾ അക്ഷരങ്ങൾ ഇ അല്ലെങ്കിൽ ST അല്ലെ TEN ഇങ്ങനെ ആ ബോക്സിൽ കിടക്കുന്ന പിങ്ക് കളറിൽ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ കോഞ്ചുഗേറ്റ് ചെയ്യുന്നത്, കോഞ്ചുഗേഷൻ ആവുന്നത്. അപ്പം അത് ഓരോ സബ്ജക്റ്റ് വെച്ച് എങ്ങനെ ആകും നോക്കാം. അപ്പം ഇഷിന് ഹാബെ, ദു, ഹാസ്റ്റ്, അതായത് ഹാബ്സ്റ്റ് എന്ന് വരത്തില്ല, അപ്പം അത് തെറ്റായിട്ട് വരും. അതുകൊണ്ട് ST എന്നാണ് ചേർക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് RCS എന്ന് വെച്ചാൽ ഹി, ഷീ, ഇറ്റ്, ഇത് 3 വരുവാണെങ്കിൽ നമ്മൾ കോഞ്ചുഗേറ്റ് ചെയ്യുമ്പോഴത്തേന് ഹാറ്റ് എന്നേ വരുള്ളൂ. T ആണ് ആഡ് ചെയ്യുന്നത്. അടുത്തത് വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വി. ഹാബൻ അത് ഫുൾ ഫോമിലേ വരത്തുള്ളൂ. അടുത്തത് ഇയർ, നിങ്ങൾ എന്ന് പറയുമ്പോഴത്തേന് അവിടെ ഹാബ് എന്ന് വന്നിട്ട് T ആണ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. CC അതായത് 2 ഫോർമലായിട്ട് താങ്കൾക്ക്, അവർക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേനും ഫോർമലായിട്ടുള്ള നമ്മൾ പറയുമ്പോഴത്തേനും നമ്മൾ ഹാബൻ ഫുൾ ഫോമിലാണ് അവിടെ എഴുതുന്നത്. അവസാനം EN ആണ് ആഡ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ സൈൻ്റെ വെർബും വരുന്നത്. സൈൻ്റെ വരുന്നത് ഇഷ് ബിൻ, ദു ബിസ്റ്റ്, എർസിയസ് ഈസ്റ്റ്, വിയർ സിൻഡ്, ഇയർ സൈദ്. കണ്ടോ, സൈദാണ് EI സൈദ്, CC സിൻഡ്. ഓക്കെ, എപ്പോഴും കോഞ്ചുഗേറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ വിയറും CCയും സെയിം തന്നെ ആയിരിക്കും കോഞ്ചുഗേഷൻ വരുന്നത്. ബാക്കിയൊക്കെയാണ് വ്യത്യാസം വരുന്നത്. വെർബ് സ്റ്റാം അതുപോലെ എഴുതിയിട്ട് അവസാനത്തെ 2 അക്ഷരം ചേഞ്ച് ചെയ്തിട്ട് അതിന് പകരം നമ്മൾ സബ്ജക്റ്റിനനുസരിച്ച് കോഞ്ചുഗേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കോഞ്ചുഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നടുക്ക് ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെ സബ്ജക്റ്റിന് എന്തൊക്കെ മാറ്റം വരും എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ കോഞ്ചുഗേഷൻ ചെയ്യുമ്പോഴും വെർബ് സ്റ്റാം വരെ എഴുതിയിട്ട് അവസാനം സബ്ജക്റ്റിനനുസരിച്ച് ആ ബോക്സിലുള്ളത് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ കോഞ്ചുഗേഷൻ കറക്റ്റ് ആകും. അതൊരു ടിപ്പാണ്, അത് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ഇഷിൻ്റെ അവിടെ ഏത് വെർബ് സ്റ്റാമ്പും എഴുതി കഴിഞ്ഞ് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഇഷിൻ്റെ കോഞ്ചുഗേഷൻ ആവും. ഇപ്പം ഫോർ എക്സാമ്പിൾ കൗഫൻ എടുക്കുവാണെങ്കിൽ കൗഫൻ ഇഷ് വെച്ച് നമ്മൾ കോഞ്ചുഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, കൗഫ് എന്ന് നമ്മൾ വെർബ് സ്റ്റാമ്പ് എടുത്തിട്ട് EN കട്ട് ചെയ്ത് കളയുമ്പോൾ അവസാനം നമ്മൾ ആ EN പകരം നമ്മൾ എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷിൻ്റെ കോഞ്ചുഗേഷൻ ആവും, കൗഫെ എന്നാവും. അപ്പൊ ദൂവിന്റെ ഫോമിൽ എങ്ങനെ എഴുതും, ദു ഫോമിൽ കൗഫൻ വെർബ് എങ്ങനെ എഴുതും, കൗഫ്റ്റ്, അതായത് കൗഫ് എന്ന വെർബ് സ്റ്റാമ്പ് എഴുതിയിട്ട് അവസാനത്തെ EN കളഞ്ഞിട്ട് ST ആഡ് ചെയ്യും. അപ്പം കൗഫ്റ്റ്, ദു ഫോമിൽ കൗഫ്റ്റ് എന്നാവും. RCSലാണെങ്കിലോ T ആഡ് ചെയ്ത് കൊടുക്കണം, കൗഫ് എന്നുള്ള വെർബ് സ്റ്റാമ്പ് എഴുതിയിട്ട് അത് കഴിഞ്ഞ് EN കട്ട് ചെയ്തിട്ട് അവിടെ വെറും T ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം കൗഫ്റ്റ്, RCS കൗഫ്റ്റ്. വിയർ എന്നാ ഫുൾ ഫോമിലേ വരത്തുള്ളൂ, വിയർ കൗഫൻ, EN കൗഫൻ.
അടുത്തത് ഇയർ ആണെങ്കിൽ കൗഫ്റ്റ്, വീണ്ടും കൗഫ്റ്റ്. അതായത് ടി മാത്രമേ വരത്തുള്ളൂ. വെർബ് സ്റ്റാം എഴുതിയിട്ട് ടി വരും. അപ്പം KAUFT എന്ന് വരും. CC എന്നാണ്? ഫുൾ വെർബ് തന്നെയാണ്, കൗഫൻ. അപ്പം ബിയറും സിസിയും കൗഫൻ തന്നെ വരും. പിന്നെ ചില കേസിൽ മാത്രം SCSും ഇയറും കൗഫ്റ്റ് എന്ന് തന്നെ വരും. സെയിം വെർബ് തന്നെ വരും. ഓക്കെ. വെർബിനെ കുറിച്ചാണ്. വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനും ഹാബിനും മാത്രമല്ല, ആ വെർബിനെ തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് സാധാ വെർബല്ല, വീണ്ടും റേഗൽ മെസഗൽ വെർബൻ, അതുപോലെ തന്നെ ഉൺറേഗൽ മെസഗൽ വെർബൻ. അതായത് റെഗുലറും വെർബായിട്ടാണ് വെർബിനെ വീണ്ടും രണ്ടെണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്നും അതുപോലെ അതിനെ എങ്ങനെ കോഞ്ചുഗേറ്റ് ചെയ്യുമെന്നും അതിൽ വരുന്ന സ്പെഷ്യൽ കേസുകൾ ഏതൊക്കെയാണെന്നും ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എങ്ങനെ നമുക്ക് റേഗൽ മെസഗൽ വെർബനും അതുപോലെ ഉൺറേഗൽ മെസഗൽ വെർബനും തിരിച്ചറിയാം, സ്പെഷ്യൽ കേസ് വരുമ്പോൾ എങ്ങനെ തിരിച്ചറിയാം, അതിൻ്റെ ടിപ്സും ട്രിക്കൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ വീഡിയോ കാണാൻ നോക്കുക. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെ നമുക്ക് ഈ റേഗൽ മെസഗൽ വെർബ് നമുക്ക് കോഞ്ചുഗേറ്റ് ചെയ്യുമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇവിടെ ഞാൻ കുറച്ച് വെർബുകൾ തന്നിട്ടുണ്ട്. ലേണൻ, ടു ലേൺ, ഫ്രാഗൻ, ടു ആസ്ക്, സാഗൻ, ടു സേ, വാർട്ടൻ, ടു വെയിറ്റ്. 4 വെർബ് ഞാൻ തന്നിട്ടുണ്ട്. അതിൻ്റെ കോഞ്ചുഗേഷനുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എല്ലാ കോഞ്ചുഗേഷനും നമ്മൾ സെയിം പേഴ്സണൽ പ്രൊണോമൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇഷ്, ദു, SCS, വിയർ, ഹിയർ, CC. ഇത് തന്നെയായിരിക്കും എല്ലാ കോഞ്ചുഗേഷനിലും വരുന്നത്. അതൊരിക്കലും മാറുന്നില്ല. അത് കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും. ഓരോ പേഴ്സണലിനനുസരിച്ച് എങ്ങനെ കോഞ്ചുഗേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മാറുന്നത്. ഓക്കെ. അപ്പം ആദ്യത്തെ വെർബായ ലേണൻ നമുക്ക് നോക്കാം. ലേണൻ വരുമ്പം ഇഷ് ലേണേ, ടു ലേൺസ്റ്റ്, SCS ലേൺഡ്, വിയർ ലേണൻ, ഇയർ ലേൺഡ്, CC ലേണൻ. നമ്മുടെ സാധാ വെർബ് കോഞ്ചുഗേഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ഇഷ് വരുമ്പോൾ അവസാനം ഇ ആവുന്നു, ദു വരുമ്പം ST ആവുന്നു, SCS വരുമ്പം ടി ആവുന്നു, വിയർ വരുമ്പം EN ആഡ് ചെയ്ത് ഫുൾ വെർബ് ആവുന്നു, ഇയർ വരുമ്പം N ആവും, വീണ്ടും N വരെ എഴുതിയിട്ട് ടി ആഡ് ചെയ്യുന്നു, CC വരുമ്പം ഫുൾ വെർബ് ആവുന്നു, EN ആഡ് ആവുന്നു. അപ്പം സെയിം ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നോക്കിയാൽ തന്നെ അറിയാം. കണ്ടോ? അവസാനം EST TEN TEN ആ ഒരു ഫോം തന്നെ, സെയിം ഒരു നോർമൽ വെർബ് എങ്ങനെ കോഞ്ചുഗേറ്റ് ചെയ്യും ആ രീതിയിലാണ് ഈ വെർബ് ഇവിടെ കോഞ്ചുഗേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന വ്യത്യാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ സാധാരണ രീതി കോഞ്ചുഗേറ്റ് ചെയ്തിരിക്കും. അതിൻ്റെ സ്പെഷ്യൽ കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് വെർബ് സ്റ്റാൻഡ് എൻഡ് ഇൻ എസ്, സാഫസ്, ഇസഡ്. ഇത് 3 വെർബ് സ്റ്റാമിൽ ഇത് 3 ഈ അക്ഷരം 3 വെർബ് സ്റ്റാം എൻഡ് ചെയ്യുന്നെങ്കിൽ നമ്മൾ അവിടെ കോഞ്ചുഗേഷൻ മാറ്റം വരുത്തും. അതായത് വെർബ് സ്റ്റാമിൽ നമുക്ക് മാറ്റം വരും. ഓക്കെ, അതാണ് വരുന്നത്. മനസ്സിലാക്കുക. വെർബ് സ്റ്റാമിൽ അവസാനം സാഫസോ എസ്സോ ഇസഡോ വരുവാണെങ്കിൽ നമ്മൾ അവിടെ ആ കോഞ്ചുഗേഷൻ, അതായത് ദു ഫോമിലെ കോഞ്ചുഗേഷൻ മാത്രം നമ്മൾ മാറ്റം വരുത്തും. അതായത് ദൂവിലെ കോഞ്ചുഗേഷൻ FT ആണ്. ആ FTനെ നമ്മൾ T എന്ന ഫോമിലേക്ക് ചേഞ്ച് ചെയ്യും. ഒന്നുകൂടെ പറയാം. എസ്, സാഫസ്, ഇസഡ് എന്നുള്ള അക്ഷരങ്ങൾ വെർബ് സ്റ്റാം എന്ന് പറഞ്ഞാൽ എന്നാ? ഒരു വെർബിലെ ഫസ്റ്റ് ഒരു ലാസ്റ്റ് അക്ഷരങ്ങൾ 2 മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള അക്ഷരം വരെ ഉള്ളതിനാണ് നമ്മൾ വെർബ് സ്റ്റാം എന്ന് പറയുന്നത്. ആ വെർബ് സ്റ്റാം വരെ നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്യും? ടി ആഡ് ചെയ്യും. ദു ഫോമിൽ മാത്രമേ ആ ചേഞ്ച് വരുന്നുള്ളൂ. ബാക്കി എല്ലാ ഫോമിലും നമ്മൾ സാധാ കോഞ്ചുഗേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫോമിലാണ് നമ്മൾ കോഞ്ചുഗേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അങ്ങനെ വെർബ് സ്റ്റാം വന്നിട്ട് ഈ കോഞ്ചുഗേഷൻ ഡു ഫോമിൽ ചേഞ്ച് ചെയ്യുന്ന വെർബിൻ്റെ എക്സാമ്പിളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. റൈസൻ, ടാൻസൻ, ഹൈസൻ, അൺക്രോയ്സൻ. ടു മാർക്ക് എന്നാണ് അൺക്രോയ്സൻ എന്ന് പറഞ്ഞാൽ. ഹൈസൻ എന്ന് പറഞ്ഞാൽ ടു കോൾ, ടാൻസൻ ടു ഡാൻസ്, റൈസൻ ടു ട്രാവൽ. ഓക്കെ, ഇതൊക്കെയാണ് വെർബ് ഞാൻ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഫസ്റ്റ് എങ്ങനെ ഒരു നോർമൽ വെർബ് കോഞ്ചുഗേറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കുക.
അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ടത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് ആകപ്പാടെ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. അപ്പം എല്ലാവരും ചെയ്യുന്ന തെറ്റാണ്. ജസ്റ്റ് ചുമ്മാ മനസ്സിലാക്കിയിട്ട് നമ്മൾ റെഗുലർ വെർബും ഇറഗുലർ വെർബും പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ കേസും അതുപോലെ തന്നെ എല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ ഏതാണ് എന്താണെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ പാടുപെടും. പെട്ടെന്ന് ഒരു സെന്റൻസ് മേക്ക് ചെയ്യുമ്പം സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ എങ്ങനെ വെർബിനെ കോൺജുഗേറ്റ് ചെയ്യും എന്നുള്ള ഒരു ഡൗട്ടിൽ നമ്മൾ വരും. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ മെയിനായിട്ട് എന്താണ് എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് പഠിച്ചു പോവുക. ഓക്കെ ഇനി നമുക്കിതിന്റെ സ്പെഷ്യൽ കേസ് 2 നോക്കാം. സ്പെഷ്യൽ കേസ് 2 വരുന്നത് വെർബ് സ്റ്റാം എൻഡ് ചെയ്യുന്നത് ഡീലോ ടീലോ ആണെങ്കിൽ ഡു ഫോമിലെ എസ് ടി അത് EST എന്നാവും. RCSലെ ടി എന്നുള്ളത് ET എന്നുള്ള കോൺജുഗേഷനിലേക്ക് ആകും. ഒന്നുകൂടെ പറയാം, നമ്മുടെ വെർബ് സ്റ്റാം എൻഡ് ചെയ്യുന്നത് ഡീലോ ടീലോ ആണെങ്കിൽ ഡു ഫോമിലും RCS ഫോമിലും ഈ കോൺജുഗേഷൻ നമുക്ക് ചേഞ്ച് ആവും. ഡു ഫോമിൽ ST എന്നുള്ള കോൺജുഗേഷൻ EST എന്നാകും. RCSലെ ടി എന്ന കോൺജുഗേഷൻ ET എന്നാകും. ഓക്കെ, zum Beispiel arbeiten, warten, reden, antworten. Warten to wait, reden to talk, antworten to answer. ഓക്കെ, ആർബൈറ്റിന്റെ കോൺജുഗേഷൻ എങ്ങനെ വരും നോക്കാം. ആർബൈറ്റൻ ടു വർക്ക്. Ich arbeite, du arbeitest. കണ്ടോ, അതായത് ടിയിൽ അവസാനിച്ചത് കൊണ്ട് ഡു ഫോമിൽ EST എന്നുള്ള ഫോമിലേക്കായി. ഓക്കെ, അതുപോലെ തന്നെ RCS ആർബൈറ്റെറ്റ് എന്നായി, അതായത് ET ആഡായി. ഓക്കെ, wir arbeiten, ihr arbeitet, CC arbeiten. ഓക്കെ, ഈ രീതിയിലാണ് കോൺജുഗേഷൻ വരുന്നത്. ഡൂവില് ST എന്നുള്ളത് മാറിയിട്ട് EST എന്നുമാകും. RCSല് ടി എന്നുള്ളത് ET ആയി മാറും. ഓക്കെ, ഇത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല, വളരെ എളുപ്പമാണ്. സാധാ കോൺജുഗേഷൻ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഓരോ കോൺജുഗേഷനിലും എന്താണ് ഓരോ വെർബിന്റെയും വെർബ് സ്റ്റാം നോക്കുക. എസിലും സാഫസിലും ഇസഡിലും അവസാനിക്കുന്നതാണെങ്കിൽ അവിടെ നമ്മൾ ഡൂവില് മാത്രം കോൺജുഗേഷൻ STക്ക് പകരം ടി എന്നാക്കി കൊടുക്കും. വെർബ് സ്റ്റാം എൻഡ് ചെയ്യുന്ന ഡീലോ ടീലോ ആണെങ്കിൽ ഡൂവില് RCSലുമാണ് മാറ്റം വരുന്നത്. ഡൂവില് ST മാറ്റിയിട്ട് EST എന്നുമാക്കും. RCSല് ടി മാറ്റിയിട്ട് ET എന്നാക്കും. ഓക്കെ, അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. റേഗൽമേസിക വെർബിനെ കുറിച്ചാണ്. റേഗൽമേസിക വെർബിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ കുറെ സ്പെഷ്യൽ കേസും വരുന്ന കാര്യം പറഞ്ഞു, എങ്ങനെ കോൺജുഗേറ്റ് ചെയ്യുമെന്നും പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെ കോൺജുഗേറ്റ് ചെയ്യുമെന്നും ഇതിൻ്റെ അകത്തെയും സ്പെഷ്യൽ കേസുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും കഴിഞ്ഞ വീഡിയോ നല്ല സെറ്റായിട്ട് പഠിച്ചു വെച്ചെന്ന് വിചാരിക്കുന്നു. അത് നല്ലപോലെ ഫോളോ ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്യുക, എന്നിട്ട് ബാക്കി കണ്ടിന്യൂസ് ചെയ്യുക. എന്നാലേ ഉള്ളൂ നമുക്ക് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ റേഗൽമേസിക്കൽ വെർബ് ചെയ്ത പോലെ തന്നെ കോൺജുഗേഷൻ തന്നെയാണ് ഇവിടെയും കോൺജുഗേഷൻ ചെയ്യുന്നത്. നമ്മുടെ വെർബ് സ്റ്റാമിലെ അവസാനം എൻഡ് ചെയ്യുന്ന അക്ഷരങ്ങൾ എന്തൊക്കെയാണോ വരുന്നത് അതുപോലെയൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ കോൺജുഗേഷനിൽ വരുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ഇറഗുലർ വെർബ് സെക്കൻഡ് പൊസിഷനിലും തേർഡ് പൊസിഷനിലുമാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അതായത് കോൺജുഗേറ്റ് ചെയ്യുമ്പം ഡൂവിലും വെർസേസിലും മാത്രമാണ് കോൺജുഗേഷൻ നമ്മൾ മാറ്റത്തുള്ളൂ. അപ്പം അതിൻ്റെ ഫസ്റ്റ് കേസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെർബ് സ്റ്റാമിൽ വരുന്ന ഇല്ലേ, വെർബ് സ്റ്റാമിൽ വരുന്ന ഇ എന്ന അക്ഷരം വരുവാണെങ്കിൽ ഈനെ നമ്മൾ ഐ എന്ന ചേഞ്ചിലേക്ക് മാറ്റും. അതാണ് ഫസ്റ്റ് കേസ്. ഈനെ നമ്മൾ ഐ എന്ന കോൺജുഗേഷനിലേക്ക് മാറ്റും. എവിടെ? ഡൂവിലും RCSലുമാണ് ഇത് ചേഞ്ച് ആവുന്നത്. അപ്പം അതെങ്ങനെയൊക്കെ ഏതൊക്കെ വെർബിന് ചേഞ്ച് ആവും എന്നാണ് നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സ്പ്രഹൻ, കേഫൻ, ഹെസൻ, നേമൻ, ട്രഫൻ, എൽഫൻ, ഫെർബൻ, ബ്രേക്കൻ. ബ്രേക്കൻ ടു ബ്രേക്ക്, ഫെർബൻ ടു അഡ്വൈസ്. അഡ്വർടൈസ്മെന്റ്, പരസ്യങ്ങളില്ലേ, അതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്പ്രഹന്റെ എങ്ങനെ ഈ ചേഞ്ചസ് വരുന്നു നോക്കാം. Ich spreche, du
സ്പ്രിഷ്ട്. കണ്ടോ? വെർബ് സ്റ്റാം ആണ് SPRECH. CH വരെയാണ് വെർബ് സ്റ്റാം. ആ വെർബ് സ്റ്റാമിലും ഇ വന്നേക്കുന്നത് കണ്ടോ? ആ ഇയുടെ സ്ഥാനത്ത് നമ്മൾ ദൂല് വർസേസിലും ഐ ആഡ് ആവും. അതാണ് സംഭവം. ഓക്കെ. അപ്പം സ്പ്രെഷെ, ദു സ്പ്രിഷ്ട്, സ്പ്രിഷ്ട്, സ്പ്രിഷ്ട്. ബാക്കി കോൺജുഗേഷൻ സൈഡിൽ കൂടെയുള്ള കോൺജുഗേഷൻ എല്ലാം സെയിം ആണ്. സാധാ വെർബ് ഫോം ചെയ്യുന്ന പോലെ തന്നെ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തുവാണ് വിയർ സ്പ്രഷൻ, ഹിയർ സ്പ്രഷ്ട്, സി സ്പ്രഷൻ. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അപ്പം നമുക്ക് എന്താണ് ദൂവിലും വെർസേസിലും മാത്രമേ ഉള്ളൂ ചേഞ്ച് വരുന്നുള്ളൂ. ഇ എന്നുള്ള വെർബ് സ്റ്റാമിലെ വവ്വൽ ഐ എന്നാകുന്നു. ഓക്കെ, ഇവിടെ വവ്വൽസ് ആണ് മാറുന്നത്. നമുക്ക് ഗേബന്റെ കൂടെ നോക്കാം. ഗേബേ, ഗിപ്സ്റ്റ്, ഗിഫ്റ്റ്, ഗേബൻ, ഗേപ്റ്റ്, ഗേബൻ. ഓക്കെ, ദൂവില് ഐ ആയി മാറുന്നു, വെർസേസിലും ഐ മാറുന്നു. അപ്പം ഗിപ്സ്റ്റ്, ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ കേസ് 2 ആണ് നോക്കുന്നത്. ഈ അത് ഐ ഇ എന്നാകും. ഓക്കെ, ഈ അത് ഐ ഇ എന്നാകും. വെർബ് സ്റ്റാമില് വവ്വല് ഈ ഐ ഇ എന്നാവും. ദൂവിലും RCSലും. ഓക്കെ, ലേസൻ, സെയ്ഹൻ, ടെല്ലൻ, എംഫേലൻ ഇതിൻ്റെയൊക്കെ കോൺജുഗേഷൻ ആണ് മാറുന്നത്. ഇനിയും വെർബുകളുണ്ട്. ഇതൊക്കെ നമ്മൾ കുറെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. തൽക്കാലം ഞാൻ എക്സാമ്പിളിന് കുറച്ച് വെർബുകൾ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ലെങ്തി വീഡിയോ ആയി പോകും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ലേസന്റെ എങ്ങനെ നമുക്ക് നോക്കാം. ലേസെ, ലീസ്റ്റ്, ലീസ്റ്റ്, ലേസൻ, ലെസ്റ്റ്, ലേസൻ. ഓക്കെ, ദൂവില് ലീസ്റ്റ്, RCSൽ ലീസ്റ്റ്. അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ലേസന്റെ എസ് വരെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് RCSലും ആ എസ് അവിടെ ആഡ് ആവും. ഓക്കെ, സേഹന്റെ സേഹെ, സീറ്റ്, സീറ്റ്, സേഹൻ, സേറ്റ്, സേഹൻ. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് തേർഡ് കേസ്. തേർഡ് കേസ് വരുന്നത് എന്നെ നമ്മൾ ഉംലോട്ടാക്കി മാറ്റുന്നു. ഉംലോട്ടായി മാറ്റുമ്പം ഈ നമ്മൾ നേരത്തെ സെയിം പ്രോസസ്സ് തന്നെയാണ്. ദൂവിലും RCSലും എന്നുള്ള ഫോമിന് പകരം ഉംലോട്ട് ആഡ് ചെയ്ത് കോൺജുഗേറ്റ് ചെയ്യുന്നു. ഓക്കെ, സിമ്പിൾ ആണ്. ഫാറെ, ഫേസ്റ്റ്, ഫേർട്ട്, ഫാറൻ, ഫാർട്ട്, ഫാറൻ. നൊമിനാറ്റീവ് കേസിനെ കുറിച്ചാണ്. നൊമിനാറ്റീവ് കേസ് എന്താണ് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നൊമിനാറ്റീവ് കേസ് സൂചിപ്പിക്കുന്നത് സബ്ജക്റ്റിനെയാണ്. ഒരു സെന്റൻസിലെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിനെയാണ്, അതായത് പേഴ്സണെയാണ് നമ്മൾ സെന്റൻസിലെ നൊമിനാറ്റീവായിട്ട് കാണുന്നത്, അതായത് സബ്ജക്റ്റ് ആയിട്ട്. അല്ലെങ്കിൽ വസ്തു, ഒരു പ്രവൃത്തി ചെയ്യുന്ന വസ്തുവിനെയാണ് നമ്മൾ നൊമിനാറ്റീവായിട്ട് കാണുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ നൊമിനാറ്റീവ്. ഇവിടെ നൊമിനാറ്റീവിനെയാണ് നമ്മൾ സബ്ജക്റ്റിനെയാണ് നമ്മൾ നൊമിനാറ്റീവ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബേസിക് സെന്റൻസ് സ്ട്രക്ചർ നൊമിനാറ്റീവ് വരുമ്പം എങ്ങനെ വരും എന്ന് നോക്കാം. ഒരു ബേസിക് സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഓക്കെ, അതായത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് അങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോൾ വെർബ് നമുക്ക് എപ്പോഴും എന്താണ്, ഒരു സെന്റൻസ് മേക്ക് ചെയ്യുമ്പം ഏതൊരു വെർബും സെക്കൻഡ് പൊസിഷനിലേ വരുള്ളൂ. വെർബ് എപ്പോഴും സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്താണ് എഴുതത്തുള്ളൂ. കോൺജുഗേറ്റഡ് ഫോമും ഒക്കെ കറക്റ്റ് ചെയ്ത് എഴുതുക. വെർബിന്റെ അക്ഷരം ഫസ്റ്റ് ലെറ്റർ എപ്പോഴും സ്മോൾ ലെറ്റർ തന്നെയായിരിക്കും. ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് നൗൺസ് ആയിപ്പോവും. നൗൺസ് മാത്രം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതുകയുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ്, നമുക്കൊരു സെന്റൻസ് റെഡിയാക്കി കഴിഞ്ഞാൽ അതിന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും, അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് വാസ്, വെർ. വാസ് എന്ന് വെച്ചാൽ വെർ എന്ന് വെച്ചാൽ ആര്. ഓക്കെ, അപ്പത്തിന് ഇത് ഇത്രയും മനസ്സിലാക്കുക. നൊമിനാറ്റീവ് കേസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ ബേസിക് സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പം അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, മരിയ kauft eine Buch. മരിയ സബ്ജക്റ്റ്, kauft വെർബ്, eine Buch ഒബ്ജക്റ്റ്. ഓക്കെ, സബ്ജക്റ്റ് വന്നു, വെർബ് വന്നു, ഒബ്ജക്റ്റ് വന്നു. അവിടുത്തെ വെർബാണ് കൗഫനുള്ള ഫുൾ വെർബിനെ നമ്മൾ സബ്ജക്റ്റിനെ നോക്കി കോൺജുഗേറ്റ് ചെയ്ത ഫോമിലാണ് നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ എഴുതിയിരിക്കുന്നത്, കൗഫ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ RCS ഫോമിൽ എഴുതുമ്പോഴാണ് കൗഫ്റ്റ് എന്ന് വരുന്നത്. അതായത് മരിയ, മാക്സ്, അതുപോലെ തന്നെ
എന്താ എസ് കൗഫ്റ്റ് എന്ന്, അല്ലെങ്കിൽ എന്താണ് എസ് വന്നാലും നമ്മുടെ കോഞ്ചുഗേഷൻ കൗഫ്റ്റ് എന്ന് വരുള്ളൂ. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇഷ് ഫോമിൽ കൗഫിനെ നമ്മൾ കോഞ്ചുഗേറ്റ് ചെയ്ത് വരുമ്പോൾ ഇഷ് കൗഫെ ഐനി ഭോഗ്, ഞാനൊരു ബുക്ക് വാങ്ങിച്ചു. ഓക്കെ, ബിയ കൗഫൻ ഐൻ കമ്പ്യൂട്ടർ, ഞങ്ങളൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു. ഓക്കെ, ഇതാണ് എക്സാമ്പിൾ വരുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡൗട്ട് വരും, ദി ബുക്ക് എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇവിടെ ഐനി ബുക്ക് എന്ന് എഴുതിയിരിക്കുന്നത്? അതായത് ഉൺബെസ്റ്റിന്റെ ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചു. ഉൺബെസ്റ്റിന്റെ ആർട്ടിക്കിളിനകത്ത് ഐൻ ബുക്ക്, ഐനി ബുക്ക് എന്നൊക്കെ പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമുക്കിവിടെ ഒരു ബുക്ക് വാങ്ങിച്ചെന്നാണ് നമ്മളിവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഐനി ബുക്ക് എന്ന് പറയുന്നത്. തീ ബുക്ക് അല്ലേ, തീയിൽ നമ്മൾ നൊമിനാറ്റീവ് വരുമ്പം ഏതാണോ വരുന്നതെന്ന് നമ്മൾ അന്ന് പഠിച്ചതനുസരിച്ച് ഓർത്ത് നമ്മൾ തെറ്റാതെ എഴുതണം. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ആർട്ടിക്കിൾ അറിയണം, അതുപോലെ തന്നെ ഉൺബെസ്റ്റിൻഡും ബെസ്റ്റിൻഡും ഒക്കെ അറിയണം. ഓക്കെ, ഇനി വരുന്നതാണ് ആര് വാങ്ങി, എന്ത് വാങ്ങി. ആ നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡിൽ നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാം, ഒരു സെന്റൻസ് നമ്മൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഇനി അടുത്തത് നോക്കുന്നത്. വാസ് വെർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ നമ്മൾക്ക് അതെങ്ങനെ ആ ഒരു സെന്റൻസിൽ നിന്ന് ആ ക്വസ്റ്റ്യൻ വേർഡ് കണ്ടുപിടിക്കാൻ നോക്കാം. അതായത് ആര് വാങ്ങി എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും അല്ലേ. മരിയ കൗഫ്റ്റ് ഐനെ ഭോഗ് എന്ന് പറയുമ്പം ആര് വാങ്ങി എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കില്ല. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യനുമായിട്ട് വരുന്നത്. ആര് വാങ്ങി, അല്ലെങ്കിൽ എന്ത് കൂട്ടിച്ചേരാം, എന്ത് വാങ്ങി. അപ്പൊ നമ്മൾ പറയും ആര് വാങ്ങി ചെയ്യുമ്പോൾ മരിയ വാങ്ങിച്ചു. എന്ത് വാങ്ങിച്ചു? ബുക്ക് വാങ്ങിച്ചു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലെ ആൻസറും പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്ര കാര്യങ്ങളെ വരുന്നുള്ളൂ. ആൻസർ ആയിട്ട് നമുക്ക് നൊമിനാറ്റീവ് കേസ് ആണ് വരുന്നത്. ആര് വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ നൊമിനാറ്റീവ് കേസായ സബ്ജക്റ്റ് ആണ് നമ്മുടെ ആൻസർ, മരിയ അല്ലെങ്കിൽ മാത്സ്. ഓക്കെ, എന്ത് വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ എന്താ വാങ്ങിച്ചത്? ഹൂക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ഇതിന്റെ ക്വസ്റ്റ്യൻ വരുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിൾസ് നോക്കാം. വാസ് കൗഫ്ഡ് മരിയ, എന്താണ് മരിയ കൗഫൻ ചെയ്തത്? വാസ് കൗഫൻ സി, അവൻ എന്താണ് വാങ്ങിച്ചത്? അങ്ങനെയും ചോദിക്കാം. ഓക്കെ, അടുത്തത് വോ കൗഫൻ ഐനെ ഭോഗ്, ആരാണ് ബുക്ക് വാങ്ങിച്ചത്? വോ കൗഫൻ ഐനെ കമ്പ്യൂട്ടർ, ആരാണ് കമ്പ്യൂട്ടർ വാങ്ങിച്ചത്? ഓക്കെ, നമ്മൾ വോ കൂട്ടിയും വാസ് കൂട്ടിയും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. ഇത്ര ഉള്ളു, വെരി സിമ്പിൾ ആണ്, മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ നമ്മൾ ഇതുവരെ സെന്റൻസ് എങ്ങനെ മേക്ക് ചെയ്യാനും അതിൽ നിന്ന് എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ വേർഡ് വരുന്നതെന്ന് നോക്കി. എങ്ങനെ ഇത് ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ ആവുന്നതെന്ന് നമ്മൾ നോക്കിയില്ല. അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു വേഫ്രാഗയുടെ ക്വസ്റ്റ്യൻ സ്ട്രക്ചർ, സെന്റൻസ് സ്ട്രക്ചർ എങ്ങനെ വരും നോക്കാം. വേഫ്രാഗ എന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് കൂട്ടിയുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം എഴുതുക, അതിന്റെ കൂടെ വെർബ് എഴുതുക, പിന്നെ സബ്ജക്റ്റ്. ഓക്കെ, അടുത്തതാണ് യാവോ നൈൻ ഫ്രാഗ്. യാവോ നൈൻ ഫ്രാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോകുന്നുണ്ടോ? ഇല്ല എന്ന് നമ്മൾ പറയത്തില്ല, അതാണ് സംഭവം. എസ് ഓർ നോ, ആൻസർ എസ് അല്ലെങ്കിൽ നോ വരുന്നതിനാണ് നമ്മൾ യാ ഓർ നൈൻ ഫ്രാഗ് എന്ന് പറയുന്നത്. ഓക്കെ, എസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ എസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ സെന്റൻസ് സ്ട്രക്ചർ വരുന്നത് വെർബ്, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇതിന്റെ സ്ട്രക്ചർ ഫോം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ബൈസ്പേല് നോക്കാം. വാസ് മാഹൻസെ, വേഫ്രാഗയാണ്, വേഫ്രാഗയുടെ ബൈസ്പേലാണ് വാസ് മാഹൻസെ. അപ്പൊ നമ്മൾ പറയും ഇഷ്ലാനെ തോയ്ഷ്, ഞാൻ തോയ്ഷ് പഠിക്കുവാണ്. ഓക്കെ, ഹൻസി, എവിടെ പോകുവാണ്? ഇഷ്കേ ഇൻസ്കീനോ, ഇൻസ്കീനോ, അതായത് ഇവിടെ ഇൻസ്കീനോ എന്ന് വരാൻ കാരണം ടസ്കീനോയാണ്. ടസ്കീനോയുടെ ഉള്ളിലേക്ക് ഒരു ഈ കീനോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിയേറ്റർ ആണ് കേട്ടോ. തിയേറ്ററിന്റെ അകത്തേക്ക് പോകുന്നതുകൊണ്ടാണ് ഇൻസ് എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് യാവോർ നൈൻ്റെ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് നോക്കാം. ഇഷ്ടു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കും. അപ്പം യാ ഷെസെ ഫസ്റ്റ് അല്ലെങ്കിൽ യാ എസെ ദാസ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ നമ്മള് യാ ഓർ നൈൻ ചോദ്യം ചോദിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്താണ് യാ ഓർ നൈൻ എന്നുള്ള ഉത്തരം പറഞ്ഞോണം. അപ്പൊ നമ്മള് ഫസ്റ്റ് കഴിച്ചോ, ഇല്ലെങ്കിൽ നമ്മൾ നൈൻ ഇല്ല കഴിച്ചില്ല എന്നാണ് പറയുന്നത്. ഓക്കെ,
അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. നോമിനാറ്റീവ് കേസ്. അക്യൂസാറ്റീവ് പ്രപ്പോസിഷൻ എപ്പോഴും അക്യൂസാറ്റീവിൻ്റെ കൂടെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ്, വെർബ്, പ്രപ്പോസിഷൻ, പിന്നെ അക്യൂസാറ്റീവ്, അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇത് തേർഡ് പൊസിഷനിലും ഫസ്റ്റ് പൊസിഷനിലും നമുക്ക് പ്രപ്പോസിഷൻ വെച്ച് എഴുതാൻ പറ്റും. അപ്പം തേർഡ് പൊസിഷനിലാണ് ഇപ്പോൾ പറഞ്ഞത്. ഫസ്റ്റ് പൊസിഷനിൽ വരുമ്പോഴത്തേനും പ്രപ്പോസിഷൻ, വെർബ്, സബ്ജക്റ്റ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഡയറക്റ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അക്യൂസാറ്റീവ് നമ്മൾ എഴുതുമ്പോഴത്തേനും എപ്പോഴും അതിൻ്റെ കൂടെ തന്നെയായിരിക്കും പ്രപ്പോസിഷനും വരുന്നത്. ഓക്കെ, അപ്പം ആദ്യമത്തെ പ്രപ്പോസിഷനാണ് ബിസ്, അതായത് ടില്ല്, മുതൽ. മലയാളത്തിൽ മുതൽ എന്ന മീനിങ് വരും. അപ്പം ബൈഷ്പിയിൽ നോക്കാം. ഞാൻ 8 മണി മുതൽ 12 മണി വരെ മ്യൂസിക് ക്ലാസ്സിന് പോയി. Ich gehe von 8 Uhr bis 12 Uhr the music course. അതായത് ഗേഹെ എന്നുള്ള വെർബ് സെക്കൻഡ് പൊസിഷനിലെ സബ്ജക്റ്റ് അനുസരിച്ച് വന്നു. അത് കഴിഞ്ഞിട്ട് 8 തൊട്ട് 12 വരെ ഞാൻ മ്യൂസിക് ക്ലാസ്സിന് പോയി എന്നും വന്നു. ഓക്കെ, അപ്പം ബിസ് വന്നാൽ കണ്ടോ, ബിസ് തേർഡ് പൊസിഷനിൽ വന്നു. ഇത് ഫസ്റ്റ് പൊസിഷനിലും വെച്ച് പറയാൻ പറ്റും. അപ്പോൾ അത് വരുന്നത് von 8 Uhr bis 12 Uhr gehe ich die Music Course. ഇനി തിങ്കളാഴ്ച 10 മണി മുതൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. Am Montag bis 10 Uhr ist der Markt offen. ഈസ്റ്റ് എന്നുള്ള വെർബാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പൊസിഷനിലാണ് ബസ് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ അമ്മോണ്ടാക് ടൈം പറഞ്ഞിട്ട് അമ്മോണ്ടാക് ഈ 10 Uhr ഈസ്റ്റ് ദർ മാർക്ട് ഓഫൻ. ഓക്കെ, ഓഫൻ എന്നുള്ളത് അത് ഇതാണ്, അഡ്ജക്റ്റീവാണ് ഓഫൻ എന്ന് എഴുതിയിരിക്കുന്നത്, വെർബല്ല. വെർബ് ഈസ്റ്റ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് ദുഷ്, ത്രൂ, ലൂടെ എന്നാണ് അർത്ഥം വരുന്നത്. വിയർ കേയൻ തോഷ് ദെൻ പാർക്ക്. പാർക്കിലൂടെ ഞങ്ങൾ പോയി. ഓക്കെ, അപ്പം ലൂടെ എന്നുള്ള കണ്ടോ തേർഡ് പൊസിഷനാണ് ദുർഷ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ദെൻ പാർക്ക്, ദർ പാർക്ക് എന്നുള്ള ദെൻ പാർക്ക് ആയത് എന്താ, അക്യൂസാറ്റീവ് പ്രപ്പോസിഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് അക്യൂസാറ്റീവിലേക്ക് ദർ പാർക്ക് എന്നുള്ളത് ദെൻ പാർക്ക് എന്നായി. ഓക്കെ, അടുത്ത എക്സാമ്പിളാണ് സി കേറ്റ് ദോഷ് ദി ഷൂളെ. ഷൂളയിൽ എന്താണ്, അവൾ സ്കൂളിലൂടെ പോയി. അപ്പോൾ എന്താണ്, ദോർഷ തേർഡ് പൊസിഷനിൽ വന്നു. അതുപോലെ ദി ഷൂളയായി. ദി ഷൂളെ അത് തന്നെയാണ്. ഓക്കെ, കോൺജുഗേഷൻ ഗേറ്റ് എന്നുള്ളത് സി ഫോം ഗേറ്റ് എന്നായി. ഗേഹൻ എന്നുള്ളത് ഗേറ്റ് ആയി. ഓക്കെ, അടുത്തതാണ് മൂന്നാമത്തെ പ്രപ്പോസിഷൻ ഒനെ, അതായത് വിത്തൗട്ട്, ഇല്ലാതെ. അപ്പം എക്സാമ്പിൾ, ഞാൻ മധുരമില്ലാത്ത ചായ കുടിക്കുന്നു. ഡ്രിങ്ക് എ കഫേ ഒനെ ദെൻ സുക്കർ. കണ്ടോ, ഒനെ തേർഡ് പൊസിഷനിൽ വന്നു, ദെൻ സുക്കർ എന്നായി. ദർ സുക്കർ അത് ദെൻ സുക്കർ എന്നായി. ഓക്കെ, നീന ഖേറ്റ് കൂസ് ഒനെ ദസ് ബുക്ക്. നീന അവളുടെ കുറിച്ചിന് ബുക്ക് ഇല്ലാതെ പോയി. ഒനെ ദസ്. അടുത്തത് നാലാമത്തെ ഫോർ. ദ ഫ്ലവർ ഈസ് ഫോർ യു, ദി പ്ലൂമേ ഈസ് ഫ്യോർ ദിഷ്. ഫ്യോർ ഡിഷ് എന്നാണ് പറഞ്ഞത്. അതായത് നിനക്ക് എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് അവിടെ പേഴ്സണൽ പ്രൊണമൺ ഡിഷ് ആവും, ഫ്യോർ ഡിഷ്. ഓക്കെ, അടുത്തത് ഐ ഹാവ് ടു ഗിഫ്റ്റ് ഫോർ യു. ഗിഫ്റ്റിൻ്റെ ജർമ്മൻ ഇതാണ് ഗഷേങ്ക്. ഓക്കെ, ഇഷ് ഹാബ് എ സ്വൈ ഗഷേങ്ക് ഫ്യോർ ഡിഷ്. ഇവിടെ ഡിഷ് വന്നത് എന്തുകൊണ്ടാണ്, പേഴ്സണൽ പ്രൊണമൺ അക്യൂസാറ്റീവ് ഫ്യോർ ഡിഷ്. ഇനി അടുത്തത് അഞ്ചാമത്തെ അറ്റ് അറൗണ്ട്. ചുറ്റുപാടുള്ള ടൈം, പ്ലേസ് അന്നേരമൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഞാൻ 10 മണിക്ക് എത്തും. ഇഷ് കൊമ്മെ 10 Uhr. എന്നുള്ളത് തേർഡ് പൊസിഷനിലാണ് എഴുതിയിരിക്കുന്നത്. ഇഷ് കൊമ്മെ എന്നുള്ളത് സബ്ജക്റ്റിനനുസരിച്ച് വെർബിനെ കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അടുത്തത് എൻ്റെ അമ്മ 12 മണിക്ക് വരും. മൈനെ മുട്ടർ കൊംറ്റ് 12 Uhr. കൊംറ്റ് വന്ന എന്തുകൊണ്ടാണ്, മൈനെ മുട്ടർ അത് സി ആണ്, സി ഫോം ആണ്. അപ്പം അത് കൊംറ്റ് എന്നാണ് കോൺജുഗേഷൻ വരുന്നത്. അടുത്തത് ആറാമത്തതാണ് ഗേഗൻ. ഗേഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി, ഏകദേശം അല്ലെങ്കിൽ എന്താണ് എഗെയിൻസ്റ്റ്, എതിരെ. ഞാൻ നിനക്കെതിരെ കളിച്ചു.
Ich spiele gegen dich. അടുത്തത് sie kommt gegen mich. അവള് എനിക്കെതിരെ വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഷ് വന്നത് എന്തുകൊണ്ടാണ്? അക്വസാറ്റീവിൻ്റെ പേഴ്സണൽ പ്രൊണോമനാണ് ഡിഷ് വരുന്നത്. ഓക്കെ, അത് നോക്കി വേണം. അക്വസാറ്റീവ് പേഴ്സണൽ പ്രൊണോമൻ്റെ കൂടെ അക്വസാറ്റീവേ വരുള്ളൂ. അപ്പം അക്വസാറ്റീവ് പ്രപ്പോസിഷൻ്റെ കൂടെ അക്വസാറ്റീവേ വരുള്ളൂ. അപ്പോൾ അവിടെ ഗേഗൻ്റെ കൂടെ ഡിഷ് എന്ന് വന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ, 6 ഈ 6 പ്രപ്പോസിഷനുള്ള അക്വസാറ്റീവിലുള്ളൂ. ഈ 6 എണ്ണത്തിലും തേർഡ് പൊസിഷനിലും ഫസ്റ്റ് പൊസിഷനിലും നമുക്ക് പ്രപ്പോസിഷൻ വെക്കാം. പ്രപ്പോസിഷൻ വെക്കുമ്പോൾ നമ്മളത് ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ നമ്മൾ അക്വസാറ്റീവിലേക്ക് തന്നെ വേണം എഴുതാനായിട്ട്. ആർട്ടിക്കിളും അങ്ങനെ കൺവേർട്ട് ചെയ്ത് വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ ഡാറ്റീവ് കേസ് എന്താണെന്ന് നോക്കാം. ഒരു സെൻറ്റൻസിൽ ആർക്ക് വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ഡാറ്റീവ്. അതായത് ഡാറ്റീവ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ആർക്കു വേണ്ടി. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് വരുന്നത് വെം, ആർക്കു വേണ്ടി എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പം എങ്ങനെ സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ്, വെർബ്, ഡാറ്റീവ്, അക്വസാറ്റീവ്. ഡാറ്റീവ് അക്വസാറ്റീവ് എന്ന് ഇവിടെ പറയുന്നത്, ഡാറ്റീവിനെ നമുക്ക് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണെന്നറിയാം. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ഡാറ്റീവ് എന്ന് പറയുന്നത്. അക്വസാറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ഒബ്ജക്റ്റിനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മറിയ കൗഫ്റ്റ് ദെൻ ഷോൺ einen കമ്പ്യൂട്ടർ. മറിയയുടെ സണ്ണിന് വേണ്ടി ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു. അപ്പം ആര് വാങ്ങി? മരിയ വാങ്ങി. അപ്പം മരിയ സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നൊമിനാറ്റീവ്. എന്തു വാങ്ങി? einen കമ്പ്യൂട്ടർ. einen കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ഒബ്ജക്റ്റാണ്. മരിയ വാങ്ങിച്ചു. എന്താ വാങ്ങിച്ചേ? കമ്പ്യൂട്ടർ. ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അക്വസാറ്റീവാണ്. ആർക്ക് വേണ്ടി വാങ്ങിച്ച്? മരിയയുടെ സണ്ണിന്. മരിയയുടെ സണ്ണെന്ന് പറയുമ്പം അത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റാണ്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പം ഡാറ്റീവ്. ഓക്കെ, അടുത്ത ബൈസ്പീലാണ്. നീന അവളുടെ ഫ്രണ്ടിനു വേണ്ടി കേക്ക് ഉണ്ടാക്കി. നീന ബാക്ക്ഡ് ഇയറം ഫ്രോയിൻഡ് einen കുഹൻ. ഓക്കെ, ഇവിടെ ഇയറം ഫ്രോയിൻഡ് എന്നുള്ളതാണ് ഡാറ്റീവ് കേസ്. einen കുഹൻ എന്ന് പറയുന്നത് അക്വസാറ്റീവ് കേസാണ്. ഇയറം ഫ്രോയിൻഡ് എന്ന് വന്നത് എന്തുകൊണ്ടാണ്? ഡാറ്റീവ് ആയതുകൊണ്ട് ദർ ഫ്രോയിൻഡ് എന്നുള്ളത് ഇയറം ഫ്രോയിൻഡ് എന്ന് വന്നു. അടുത്തത് einen കുഹൻ എന്ന് പറയുന്നത് ദർ കുഹൻ എന്നുള്ളത് അക്വസാറ്റീവ് ആയതുകൊണ്ട് einen കുഹൻ എന്ന് വന്നു. ഓക്കെ, അടുത്ത എക്സാമ്പിളാണ്. അന്ന ടീച്ചർക്ക് ഒരു പെൻ വാങ്ങിച്ചു കൊടുത്തു. അന്ന കൗഫ്റ്റ് ദ ലേററിൻ einen കൂലി. ഓക്കെ, ദർ ലേററിൻ എന്നുള്ളത് ഡാറ്റീവും einen കൂലി എന്ന് പറയുന്നത് അക്വസാറ്റീവുമാണ്, അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റുമാണ്. അപ്പം ഇത്രേ ഉള്ളൂ ഡാറ്റീവ് കേസ്. വളരെ എളുപ്പമാണ്. സബ്ജക്റ്റും വെർബും വരും, അത് കഴിഞ്ഞ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വരും, അതായത് ഡാറ്റീവ്, അത് കഴിഞ്ഞ് അക്വസാറ്റീവ്, അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റും വരും. ഇനി അടുത്തത് ഡാറ്റീവ് സ്പെഷ്യൽ വെർബാണ്. അതായത് ഡാറ്റീവ് കേസുകളിൽ മാത്രം ഈ വെർബ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സെൻറ്റൻസിൽ ഈ വെർബുകൾ വരുവാണെങ്കിൽ അത് ഡാറ്റീവ് കേസായിരിക്കും, അല്ലെങ്കിൽ ഡാറ്റീവ് സെൻറ്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഏതൊക്കെ വെർബാണെന്ന് നോക്കാം. അപ്പോൾ ആ വെർബ് നമ്മൾ എല്ലാം ഓർത്തിരിക്കാനായിട്ട് ഒരു ടിപ്പുണ്ട്. അതായത് PhD G4AS4 എന്ന് പഠിച്ചാൽ മതി. PhD G4ASV എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, പി എന്ന് പറഞ്ഞാൽ പാസൻ എന്ന് പറഞ്ഞാൽ ടു ഫിറ്റ്, ടു സ്യൂട്ട്, ടു മാച്ച്, അതൊക്കെയാണ് മീനിങ് വരുന്നത്. അടുത്തതാണ് ഹെൽഫൻ എന്ന് പറഞ്ഞാൽ ടു ഹെൽപ്പ്. അടുത്തത് ഡാങ്കൻ, ടു ടാങ്ക്. അടുത്തത് ഗഫാലൻ, ടു ലൈക്ക്. ഗഹ്യോറൻ, ബിലോങ്. ഗ്രാറ്റുലീറൻ, ടു കൺഗ്രാറ്റുലേറ്റ്. ഗ്ലൗബൻ, ടു ബിലീവ്. അൺവോട്ടൻ, ടു ആൻസർ. സ്മെക്കൻ, ടു ടേസ്റ്റ്. ഫെട്രൗവൻ, ടു ട്രസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് വെർബുകൾ വരുന്നത്. ഈ വെർബുകളൊക്കെ ഒരു ഡാറ്റീവ് സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ അത് ഡാറ്റീവ് സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ ഡാറ്റീവ് കേസാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നൊമിനാറ്റീവ് കേസും അക്വസാറ്റീവ് കേസിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് കയറി കാണുക. ഡാറ്റീവ് പ്രപ്പോസിഷൻ നമുക്ക് തേർഡ് പൊസിഷനിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. തേർഡിലും ഫസ്റ്റിലും ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ആദ്യത്തെ പ്രപ്പോസിഷനാണ് അബ്. എന്ന് പറഞ്ഞാൽ ഫ്രം. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ
സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നതെന്ന് നോക്കാം. സബ്ജക്റ്റ്, വെർബ്, പ്രപ്പോസിഷൻ, ഡാറ്റീവ്, അക്യൂസാറ്റീവ്. ഡാറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്രപ്പോസിഷൻ ഏതാണ്? ഡാറ്റീവ് ആയതുകൊണ്ടാണ് ഡാറ്റീവ് പ്രപ്പോസിഷൻ്റെ കൂടെ തന്നെ എപ്പോഴും ഡാറ്റീവ് തന്നെയാണ് വരുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അക്യൂസാറ്റീവ്. അക്യൂസാറ്റീവ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഓക്കെ. അബ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ടൈം അല്ലെ പ്ലേസ്. ഇപ്പോൾ ടൈമും പ്ലേസും പറയുമ്പോഴത്തേനും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിന് മുമ്പായിട്ട് വെക്കുന്നതാണ് അബ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. അബ് എന്ന് പറഞ്ഞാൽ ഫ്രം. ഇഷ് ആർബൈറ്റെ അബ് ദെം മൊണ്ടാഗ്. ആർബൈറ്റിനല്ല കേട്ടോ, മിസ്റ്റേക്കാണത്. ആർബൈറ്റ് എന്നാണ്. ഇഷ് ആർബൈറ്റെ അബ് ദെം മൊണ്ടാഗ്. മൊണ്ടാഗ് മുതൽ ഞാൻ ആർബൈറ്റ് ചെയ്യും. ഓക്കെ. തേർഡ് പൊസിഷനിലാണ് അബ് വന്നേക്കുന്നത്. അബ് വന്ന ഉടനെ നമ്മൾ ഡാറ്റീവിലേക്ക് അത് മാറ്റി ദെം മൊണ്ടാഗ് എന്നാക്കി. ദർ എന്നുള്ളത് ദെം മൊണ്ടാഗ്. ഓക്കെ. അത് നമുക്കിനി അബ് ഫസ്റ്റ് പൊസിഷനിൽ വരുമ്പോഴത്തേനും അബ് ദെം മൊണ്ടാഗ് ഗെഹെ ഈസ് ദാസ് പിക്നിക്. മൊണ്ടാഗ് മുതൽ ഞാൻ പിക്നിക്ക് പോകും. ഓക്കെ. ദെൻ ദാസ് ഗെഷേഫ്റ്റ് ഈസ് അബ് ദീസം മൊണ്ടാഗ് ഗെഹ്യോഫൻ. അതായത് ഈ മൊണ്ടാഗ് മുതൽ സ്റ്റോറ് ഓപ്പൺ ആയിരിക്കും. ഓക്കെ. ഈ സെൻറ്റൻസിൽ തേർഡ് പൊസിഷനിലാണ് അബ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ദീസം മൊണാറ്റ്, അതായത് ദീസർ മൊണാറ്റ് എന്നുള്ളത് ദീസമായി, അതായത് ആക്റ്റീവായി. അടുത്തതാണ് നാഹ്. ടുവേർഡ്സ് അല്ലെ ആഫ്റ്റർ എന്നാണ് മീനിങ് വരുന്നത്. നാഹ് ഈസ് യൂസ്ഡ് വിത്ത് ദ പ്ലേസ് നെയിം ദാറ്റ് ക്യാൻ ഹാവ് നോ ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ ഇല്ലാത്ത പ്ലേസ് നെയിമിനാണ് നമ്മൾ നാഹ് യൂസ് ചെയ്യുന്നത്. അപ്പം എക്സാമ്പിൾ, നാഹ് ദെം ടോയ്ഷ്കോസ് ഗെഹെ ഈസ് ദാസ് ഹൗസ്. ടോയ്ഷ്കോസിന് ശേഷം ഞാൻ ഹൗസിലേക്ക് പോയി. ഓക്കെ. ഫസ്റ്റ് പൊസിഷനിലാണ് നാഹ് വെച്ചിരിക്കുന്നത്. നാഹ് വെച്ച് കഴിഞ്ഞ് ദാറ്റീവ് ദർ ഡോയ്ഷ്കൂർസ്, അത് ദെം ഡോയ്ഷ്കോസ് എന്നായി. ഓക്കെ. അടുത്ത എക്സാമ്പിൾ, നാഹ് ദെം ആർബൈറ്റ് മാഹെ ഈസ് സ്പോട്ട്. ആർബൈറ്റിന് ശേഷം ഞാൻ സ്പോട്ട് ചെയ്തു. അടുത്ത പ്രപ്പോസിഷനാണ് മിറ്റ്. മിറ്റ് എന്ന് വെച്ചാൽ വിത്ത്. ഓക്കെ. വിത്ത് സമ്മൺ ഓർ ട്രാൻസ്പോർട്ടേഷൻ, അതായത് ആരുടെങ്കിലും കൂടെ അല്ലെ ഇന്ന വണ്ടിയിൽ ഞാൻ വരുന്നത്. അപ്പം അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെ സമ്മൺ അതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് മിറ്റ് എന്നുള്ള പ്രപ്പോസിഷൻ. ഇപ്പോൾ സിമ്പാഷ്വൽ, ഇഷ് ഫാറെ മിറ്റ് ദം ബസ്. ഞാൻ ബസ്സിലാണ് ഞാൻ വരുന്നത് അല്ലെ പോകുന്നത്. ഇഷ് ലീവ്, അതായത് ഐ ലീവ് വിത്ത് മൈ ഫാമിലി ഇൻ എ ഹൗസ്. അതായത് ഇഷ് വോനെ വിത്ത് മൈനർ ഫാമിലീസ് ഇൻ ഐൻ ഹൗസ്. ഫാമിലീസ് എസ് ഇല്ല കേട്ടോ, ഫാമിലി ഇൻ ഐൻ ഹൗസ്. അടുത്ത പ്രപ്പോസിഷനാണ് ഹൗസ്, ഓഫ്, ഫ്രം, ഔട്ട് ഓഫ് എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ഇത് നമ്മൾ എന്താണ് ഇന്നടുത്ത് നിന്നാണ് വരുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് വരുമ്പം അവിടെ നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പം യൂസ് ചെയ്യുന്നതാണ്. ഇഷ് കോമെ ഹൗസ് കേരള. ഓക്കെ. തേർഡ് പൊസിഷനിൽ വന്നതുകൊണ്ടോ. മറിയ കോംഡ് ഹൗസ് ദർ ഷ്വൈസ്. ഷ്വൈസ് എന്ന് വെച്ചാൽ സ്വിറ്റ്സർലാൻഡ് എന്നാണ്. അടുത്തത് സൈറ്റ്, സിൻസ്, ഫോർ എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അതായത് എന്താണ്, എക്സാമ്പിൾ നോക്കാം. എന്ന് മുതലാണ് ബെർലിനിൽ താമസിക്കുന്നത് എന്ന് ചോദ്യമായിട്ട് ചോദിക്കുന്നത്. സൈറ്റ് 1 wohnen Sie in Berlin. അപ്പോൾ ആൻസർ പറയാം. സൈറ്റ് einem Jahr wohne in Berlin. wohne ich in Berlin അങ്ങനെ പറയാം. അടുത്തത് നമ്മളിത് തേർഡ് പൊസിഷനിൽ പറയുവാണെങ്കിൽ ich wohne seit einem Jahr in Berlin അങ്ങനെ പറയാം. ഓക്കെ. സിൻസ് വെൻ ഹാവ് യു ബീൻ ലേണിംഗ് ജർമ്മൻ. എത്ര നാളായിട്ടാണ് ജർമ്മൻ പഠിക്കുന്നത്. സൈഡ് 1 ലേൺസ് ഡോയിഷ് എന്ന് ചോദിക്കും. അപ്പോൾ ആൻസർ ഇസ് ലേണിംഗ് einem Monate Deutsch അല്ലെ einem Jahre Deutsch. അടുത്തത് ഫോൺ, ഫ്രം, ഓഫ് എന്നൊക്കെയാണ്, അല്ലെങ്കിൽ ഓഫ് എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെപ്പോഴും ഈ ഫോൺ യൂസ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ഡാറ്റീവോടെ യൂസ് ചെയ്ത് പറയാറുണ്ട്. അതായത് ഫോൺ പ്ലസ് ദെം. ആ ദെം എന്നുള്ള ആർട്ടിക്കിൾ വരുമ്പോൾ നമ്മൾ എന്താണ്, ഇതിനെ നമുക്ക് എളുപ്പത്തിന് നമ്മൾ ഫോം എന്ന് നമുക്ക് ആഡ് ചെയ്യാം. ഫോം എന്ന് എഴുതാം, അല്ലെങ്കിൽ ഫോം ദെം ടോയ്ഷ്കോസ് അങ്ങനെയും പറയും. ഓക്കെ. അല്ലെങ്കിൽ ഫോൺ ദെൻ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ
ഫൊണ്ടൻ എന്ന് ചേർത്തെഴുതാം, അല്ലെങ്കിൽ ഫൊന്തർ എന്നെഴുതാം. ഓക്കെ, ഫൊന്തർ എന്ന് സ്പ്ലിറ്റ് ചെയ്തെഴുതാം, ഫൊന്തർ എന്ന് എഴുതാം. അപ്പം എക്സാമ്പിൾ നോക്കാം. ഞാനിപ്പോൾ വരുന്നത് ഡോക്ടറിൻ്റെ അടുത്തു നിന്നാണ്. ഇഷ് komme jetzt vom Arzt. ഓക്കെ, അല്ലെങ്കിൽ അതവിടെ ഫൊണ്ടം ആർട്സ്, അതും തെറ്റില്ല, ശരിയാണ്. അങ്ങനെ 2 രീതിയിലും എഴുതാം. അടുത്ത എക്സാമ്പിൾ, ദസ് ഹെസൻ ഫോൺ ദ ക്യാൻറ്റീൻ ഈസ് സൂപ്പർ. ക്യാൻറ്റീനിലെ ഹെസൻ സൂപ്പറാണ്. അടുത്തത് ബൈ എന്നുള്ള പ്രപ്പോസിഷനാണ്. വിത്ത്, അറ്റ്, നിയർ ടു എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അതായത് ഇത് യൂസ് ചെയ്യുന്നത് പ്ലേസ്, ടൈം ഒക്കെ വരുമ്പോഴത്തേനാണ് നമ്മൾ ബൈ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബൈനെ നമ്മൾ ബൈ പ്ലസ് ദം, എം അവിടെ ഇല്ല കേട്ടോ, മിസ്റ്റേക്കാണ്. ബൈ പ്ലസ് ദം എന്ന് വരുമ്പം ബൈ എന്ന് വരും. ബൈ പ്ലസ് ദ, ബൈ ദ, ബൈ പ്ലസ് ദെൻ, ബൈ ദെൻ, അങ്ങനെ. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ വരുന്നത് ഇഷ് ബിൻ ബൈയിങ് ആർട്സ്, അല്ലെങ്കിൽ ബൈ ദെം ആർട്സ്. വോ ബിസ് ദു, എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ പറയാം അങ്ങനെ. ഓക്കെ, ഇഷ് ബിൻ ബൈ ദുൻ നാഗ്പാർ. നാഗ്പാർ എന്ന് പറഞ്ഞാൽ എന്താണ്, നെയ്ബർ എന്നാണ്. ദി നെയ്ബർ, ദി ആണ് ആർട്ടിക്കിൾ വരുന്നത്. ഓക്കെ, അടുത്തതാണ് സൂ. സൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എന്നാണ് മീനിങ് വരുന്നത്. ഇത് it is used the meaning of somebody or something towards a specific person or place. അതായത് ഒരു സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ അടുത്തേക്ക് പോകുവാണെന്ന് നമ്മൾ പറയാനാണ് യൂസ് ചെയ്യുന്നത് സൂ. ഓക്കെ, അപ്പോൾ സൂവിനെ നമുക്ക് എന്താണ് സ്പ്ലിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ചേർത്തെഴുതാൻ പറ്റും. അപ്പോൾ സൂ പ്ലസ് ദർ എന്നാണ് സുർ എന്ന് എഴുതാം. സൂ പ്ലസ് ദം എന്നാണ് സും എന്ന് എഴുതാം. സൂ പ്ലസ് ദെൻ ആണ് സുദൻ എന്നെഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇഷ് ഗേഹെ സും ടോയ്സ് കോഴ്സ്. ഞാൻ ടോയ്സ് കോഴ്സിലേക്ക് പോവുകയാണ്, എൻ്റെ ടോയ്സ് കോഴ്സിൽ പോവാണ്. ഇഷ് ഗേഹെ സുർ ആർബൈറ്റ്, ഞാൻ ആർബൈറ്റിന് പോകുവാണ്. ഇഷ് ഗേയെ സും ഒങ്കൾ. ഒങ്കൾ എന്ന് പറഞ്ഞാൽ അങ്കിൾ എന്നാണ്, അങ്കിളിൻ്റെ അടുത്തേക്ക് പോകുവാണ്. വേണം നമുക്കവിടെ പൊസസീവ് ആർട്ടിക്കിളിൽ ചേർത്ത് പറയാം. ഇഷ് ഗേയെ സും മൈനം ഒങ്കൾ എന്ന് പറയാം. ആ സുമ്മിനെ നമ്മൾ വെറുതെ സൂ മൈനം ഒങ്കൽ എന്നും പറയും. അപ്പം ഇത് രണ്ടും ശരിയാണ്. പൊസസീവ് പേഴ്സണൽ പ്രൊനോമൻ അറിയാൻ മേലാത്തവർ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് വീഡിയോ, അത് കയറി കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം അതുകൂടെ ആഡ് ചെയ്താണ് ഇവിടെ പറയുന്നതെങ്കിൽ നമുക്ക് എന്താണ് സുമ്മെന്നും പറയാം, അല്ലെ സൂന്നായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ള നമ്മുടെ 8 പ്രൊപ്പോസിഷനാണ് ഡാറ്റീവിനകത്തുള്ളത്. അപ്പം ഇത് തേർഡ് പൊസിഷനിലും ഫസ്റ്റ് പൊസിഷനിലും വെക്കും. അതുപോലെ തന്നെ ഡാറ്റീവ് പ്രപ്പോസിഷൻ വെക്കുമ്പോൾ ഡാറ്റീവ് തന്നെയായിരിക്കും അടുത്തത് ഒപ്പം വെക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് ഡാറ്റീവ് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ വീഡിയോ മൊഡാൽ വെർബിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. മൊഡാൽ വെർബ് A1 ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു പെർമിഷൻ ചോദിക്കാൻ, അല്ല ഒരു അഡ്വൈസ് ചോദിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ മൊഡൽ വെർബാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഗ്രാമർ പോർഷനാണ് മൊഡൽ വെർബ് എന്ന് പറയുന്നത്. മൊഡൽ വെർബ് നമുക്ക് 7 എണ്ണമാണുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ സെക്ഷനായിട്ട് തിരിക്കാം. ക്യൊന്നൻ, ക്യാൻ, ടിർഫൻ, മേ, മ്യോഗൻ, ടു ലൈക്ക്. ഈ 3 മൊഡൽ വെർബിനെ നമ്മൾ മ്യോഗ്ലിഷ്കൈറ്റ് എന്ന ഗ്രൂപ്പിൽ പെടുത്താം. അതായത് സാധ്യത. അതായത് നമ്മൾ ഓരോ സാധ്യതയെക്കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ മോഗ്ലിഷ്കേറ്റുകളെക്കുറിച്ച് നമ്മൾ പറയുമ്പം നമുക്കിപ്പോൾ ഒരു പെർമിഷൻ ചോദിക്കാൻ, അല്ലെങ്കിൽ നമ്മളൊരു അഡ്വൈസ് ചോദിക്കാൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മൊഡാൽ വെർബുകളാണ് ഈ മോഗ്ലിഷ്കേറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നത്. ക്യൊന്നൻ, ടുഫൻ, മ്യോഗൻ. അടുത്തതാണ് വൊള്ളൻ. വൊള്ളൻ വിൽ, സൊള്ളൻ ടു ഷാൾ, മ്യൂസൻ ടു മസ്റ്റ്, മ്യോട്സ്റ്റൻ വുഡ് ലൈക്ക് ടു. ഇതെല്ലാം നോഡ്വെൻഡിക്കൈറ്റ്, അതായത് ആവശ്യം, നെസസറി, അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പം ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന്, ഓരോ ആവശ്യങ്ങൾക്ക് പറയാനാണ് ഈ മൊഡൽ വെർബുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺജുഗേഷൻ നോക്കാം. ക്യൊന്നൻ, ക്യൊന്നൻ്റെ കോൺജുഗേഷനാണ് ഇഷ് വരുമ്പോൾ ക്യാൻ, ഡു ക്യാൻസ്റ്റ്, എർസിയസ് ക്യാൻ, വിയർ ക്യൊന്നൻ, ഇയർ ക്യൊൻഡ്, സീസി ക്യൊന്നൻ. ഇവിടെ ഇഷിലും എർസീസിലും കണ്ടോ ക്യാൻ തന്നെ. ഡുവിൽ അവസാനം എന്താണ് ST ആഡ് ചെയ്ത് ക്യാൻസ്റ്റ്. വിയർ ക്യൊന്നൻ, സീസിയും ക്യൊന്നൻ. ഓക്കെ, ഇയർ ക്യൊൻഡ്. ഓക്കെ.
അപ്പോൾ ഇതുപോലെയാണ് കോഞ്ചുഗേഷൻ വരുന്നത്. ഈ സെയിം ഫോമാറ്റാണ് ബാക്കി എല്ലാ കോഞ്ചുഗേഷനും വരുന്നത്. അടുത്തതാണ് മ്യൂസൻ. മ്യൂസൻ എന്ന് വെച്ചാൽ ടു മസ്റ്റ്. ഇഷ് മുസ്, ടു മുസ്റ്റ്, എസ് മുസ്, വിയർ മ്യൂസൻ, ഇയർ മ്യൂസ്റ്റ്, സി മ്യൂസൻ. ഇവിടെ ഓർത്തോണം, എപ്പോഴും ഉമ്ലോട്ട് വരുന്നില്ല. ഇഷ് ടു എർസിയസിലും ഉമ്ലോട്ട് വരുന്നില്ല. ബാക്കി വരുമ്പോഴാണ് സാധാ രീതിയിൽ കോഞ്ചുഗേഷനും വരുന്നത്, അതുപോലെ തന്നെ ഉമ്ലോട്ടും വരുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഇത് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ. അടുത്തത് വോള്ളൻ. ഇഷ് വിൽ, ഡു വിൽസ്റ്റ്, എർസിയസ് വിൽ, വിയർ വോള്ളൻ, ഇയർ വോൾഡ്, സി വോള്ളൻ. ഓക്കെ. വോള്ളൻ എന്ന് പറഞ്ഞാൽ ടു വിൽ എന്നാണ് മീനിങ് വരുന്നത്, അല്ലെങ്കിൽ വാണ്ട്. ഓക്കെ. അപ്പം ഇഷിലും എർസിയസിലും വില്ലെന്ന് തന്നെയാണ്. ഡൂവിൽ വിൽസ്റ്റ് എന്ന് വരും. പിന്നെ വിയർ വോള്ളൻ എന്ന് ഫുൾ ഫോമിൽ വരും. ഇയറിൽ വോൾട്ട്, സിയിൽ വോള്ളൻ. ഇത്രേ ഉള്ളൂ. അടുത്തതാണ് സൊള്ളൻ. സൊള്ളൻ എന്ന് പറഞ്ഞാൽ ഷുഡ്, ഷാള്, അല്ലെ സപ്പോസ്ഡ് ടു, അതൊക്കെയാണ് മീനിങ് വരുന്നത്. ഇതിൻ്റെ കോഞ്ചുഗേഷൻ വരുന്നത് സൊൾ, സൊൾസ്റ്റ്, സൊൾ, സൊള്ളൻ, സൊൾട്ട്, സൊള്ളൻ. ഇഷും മെർസേസും സൊള്ള്, ഡു സോൾസ്റ്റ് എന്ന് വന്നു, വിയർ സൊള്ളൻ, ഇയർ സോൾട്ട്, സി സൊള്ളൻ. ഓക്കെ. ത്യുഫൻ. ത്യുഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ, അല്ലെ ടു ബി അലോ. ഓക്കെ, ആ മീനിങ് ആണ് വരുന്നത്. ഇഷ് ഡാർഫ്, ടു ഡാഫ്റ്റ്, എസ് ഡാർഫ്, വിയർ ടുഫൻ, ഇയർ ടുഫ്റ്റ്, സി ടുഫൻ. ഇവിടെ ഉംലോട്ട് വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. ആദ്യം ഇഷ്ദു എർസിയസിൽ ഉംലോട്ടില്ല. ഡാർഫ്, ഡാഫ്റ്റ്, ഡാർഫ് എന്നാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഉംലോട്ട് വെച്ച് ആണ് വരുന്നത്. ശ്രദ്ധിച്ച് വേണം കോഞ്ചുഗേറ്റ് ചെയ്യാൻ, തെറ്റിപ്പോകരുത്. അടുത്തതാണ് മ്യോയിസ്റ്റൻ. മ്യോയിസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് ലൈക്ക് ടു, ലൈക്ക് തന്നെയാണ് മീനിങ് വരുന്നത്. ഇത് വരുന്നത് മ്യോയിസ്റ്റെ, മ്യോയിസ്റ്റസ്റ്റ്, മ്യോയിസ്റ്റെ, മ്യോയിസ്റ്റൻ, മ്യോയിസ്റ്ററ്റ്, മ്യോയിസ്റ്റൻ. ഇവിടെ സാധാ രീതിയിൽ ഉമ്പിലോട്ടൊക്കെ വെച്ച് സാധാ കോഞ്ചുഗേഷൻ തന്നെയാണ് വരുന്നത്. ഇവിടെ മ്യോസ്റ്റെറ്റ് എന്നാണ് ഡൂ ഫോമിൽ വരുന്നത്. EST എന്ന് ആടാവും. ഓക്കെ. അടുത്തതാണ് മ്യോഗൻ. മ്യോഗൻ എന്ന് പറഞ്ഞാലും ലൈക്ക് എന്ന് തന്നെയാണ്, ടു ലൈക്ക്. ഓക്കെ. ഇവിടെ കോഞ്ചുഗേഷൻ വ്യത്യാസമുണ്ട്. ഇഷ് മാഗ്, ടു മാക്സ്ഡ്, എർസിയസ് മാഗ്, വിയർ മ്യോഗൻ, ഇയർ മ്യോക്ട്, സി മ്യോഗൻ. അപ്പം മാഗ് എന്നാണ് തുടങ്ങുന്നത്, മ്യോഗ് എന്നല്ല. ശ്രദ്ധിക്കണം, തെറ്റിപ്പോകരുത്. മാഗ്, മാക്സ്ഡ്, മാഗ്, മ്യോഗൻ, മ്യോക്ട്, മ്യോഗൻ. ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ 7 മൊഡാൾ വെർബുകളാണ് നമുക്കുള്ളത്. ഈ 7 മൊഡാൾ വെർബുകളും പോസിബിലിറ്റിക്കും നെസസറിക്കും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ഒരു മൊഡാൾ വെർബിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെ വരുന്നെന്നും അതുപോലെ അതിൻ്റെ എക്സാമ്പിൾസുമാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ്, മൊഡാൾ വെർബ്, ടൈം, ഒബ്ജക്റ്റ്, ഇൻഫിനിറ്റീവ് വെർബ്. മൊഡാൾ വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിലേ വരുള്ളൂ. മൊഡാൾ വെർബ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമ്മൾ ഫുൾ ഫോമിൽ അല്ലെങ്കിൽ ഇൻഫിനിറ്റീവ് ഫോമിൽ വെർബ് അവസാനം വെക്കും. ഓക്കെ. മൊഡാൾ വെർബ് എപ്പോഴും സബ്ജക്റ്റിനനുസരിച്ച് കോഞ്ചുഗേറ്റ് ചെയ്താണ് എഴുതുന്നത്. ടൈം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ടൈം തേർഡ് പൊസിഷനിൽ ആഡ് ആകുന്നത്, അല്ലെങ്കിൽ സാധാ പോലെ തന്നെ സബ്ജക്റ്റ്, മൊഡാൾ വെർബ്, ഒബ്ജക്റ്റ്, ഇൻഫിനിറ്റീവ് വെർബ് അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇഷ് കാൻ മോഗൻ ആർബൈറ്റൻ. എനിക്ക് നാളെ ആർബൈറ്റൻ വർക്കുണ്ട്. മൊഡാൾ വെർബാണ് സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത്. കാൻ എന്ന് വന്നിട്ടുണ്ട്. മോഗൻ നാളെ എന്നുള്ള ടൈം വന്നിട്ടുണ്ട് തേർഡ് പൊസിഷനിൽ. ഏറ്റവും അവസാനം ഫുൾ വെർബ് ആർബൈറ്റൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കാൻ എന്നുള്ളത് ഇഷിനെ നോക്കി, സബ്ജക്റ്റിനെ നോക്കി കാൻ എന്ന് ചൊണ്ണനെ കോഞ്ചുഗേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഇഷ് കാൻ മോഗൻ ആർബൈറ്റൻ. ക്യൊണ്ണൻ, ക്യാൻ, ടു ബി ഏബിൾ ടു എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. മരിയ കാൻ സെർവ് ഗുഡ് ബാക്കൻ. മറിയ നല്ലതുപോലെ ബേക്ക് ചെയ്യും. ബേക്ക് എന്നാണ് ബാക്ക് എന്ന് പറഞ്ഞാൽ. ഇഷ് കാൻ ദി പിസ്സ കോഹൻ. ഞാൻ പിസ്സ കുക്ക് ചെയ്യും. അപ്പോൾ കാൻ എന്നാണ് വന്നേക്കുന്നത്. അതായത് ഇഷിലും വെർസേസിലും കാൻ എന്ന് തന്നെയാണ് ക്യൊണ്ണൻ്റെ കോഞ്ചുഗേഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ആമൻ്റെയിൽ എന്താണ് ഇൻഫിനിറ്റീവ് വെർബ് പോകും. അതായത് ഇൻഫിനിറ്റീവ് ഫോമിൽ വെർബ് പോകും. അതാണ് ബാക്കൻ, കോഹൻ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. അടുത്ത എക്സാമ്പിളാണ് ക്യാൻ യു സ്പീക്ക് ജർമ്മൻ, ക്യാൻസ് ദു ടോയ് എക്സ്പ്രഷൻ. അപ്പം ഇത് യാ ഓർ നൈൻ ഫ്രാഗ് ആയതുകൊണ്ട് അവിടെ
വെർബ് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ പറയും യാ ഇഷ് കാൻ തോയ്സ് പ്രഷൻ. അടുത്തത് dürfen. മേ, ടു ബി, അലോ എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ dürfen യൂസ് ചെയ്യുന്നത് പെർമിഷൻ ചോദിക്കാനൊക്കെയാണ് dürfen യൂസ് ചെയ്യുന്നത്. അപ്പം beispiel നോക്കാം. വി ആർ അലോ ടു ഗോ. ഞങ്ങൾ പോകാൻ അനുവദിച്ചു. വി ആർ dürfen gehen. വി ആർ ആയതുകൊണ്ട് dürfen എന്ന കോൺജുഗേഷൻ വന്നു ഫുൾ ഫോമിൽ തന്നെ. dürfen മുതൽ വെർബ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഇൻഫിനിറ്റീവ് ഫോമിൽ വെർബ് വരും, അതാണ് gehen. ഓക്കെ, അന്ന അധികം സാൻഡ്വിച്ച് കഴിക്കണ്ട. അന്ന ടാർഫ് കൈനെ ബുറ്റർബ്രോട്ട് എസൻ. ബുറ്റർബ്രോട്ട് എന്ന് വെച്ചാൽ സാൻഡ്വിച്ച് എന്നാണ്. ടാർഫ് എന്ന് വന്നു കഴിഞ്ഞാൽ അന്നയുടെ കോൺജുഗേഷനാണ് ടാർഫ് എന്ന് വരുന്നത്. ഓക്കെ, അടുത്തത് മ്യൂസൻ. മസ്റ്റ് അല്ലെങ്കിൽ ടു ഹാവ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. വി മസ്റ്റ് ഗോ. നമ്മൾ മസ്റ്റായിട്ട് പോകണം. വി മ്യൂസൻ ഗേയൻ. ഞാൻ നാളെ മസ്റ്റായിട്ടും വർക്ക് ചെയ്യും. ഇഷ് മൂസ് മോർഗൻ ആർബൈറ്റൻ. ടൈം മോർഗൻ തേർഡ് പൊസിഷനിൽ വന്നു. ഇഷിനെ വെച്ച് വെർബ് കോൺജുഗേറ്റ് ആകുമ്പോൾ മുസ് എന്ന് വന്നു. ആമൻ്റെയിൽ ആർബൈറ്റ് എന്ന് ഫുൾ വെർബും വന്നു. അടുത്തത് സൊള്ളൻ. ഷാൾ, സപ്പോസ്ഡ് എന്നുള്ള മീനിങ് ആണ്. ഇത് നമ്മളൊരു അഡ്വൈസ് അല്ലെ സജഷനൊക്കെ പറയാനാണ് യൂസ് ചെയ്യുന്നത്. ലിസ ഷുഡ് സ്റ്റേ അറ്റ് ഹോം. ലിസ ഹോമിൽ തന്നെ സ്റ്റേ ചെയ്യണം. ലിസ സോൾ സു ഹൗസ് ബ്ലൈബൻ. ഓക്കെ, വി ഷുഡ് ഗോ. നമുക്ക് പോകണം. വി സൊള്ളൻ ഗേയൻ. അടുത്തത് മ്യോഗൻ. മ്യോഗൻ ടു ലൈക്ക്. ഞങ്ങൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. വിയർ മ്യോഗൻ ദി ചോക്കലാഡ്. മ്യോഗൻ എന്നുള്ളത് വിയർ ആയതുകൊണ്ടാണ് കോൺജുഗേഷൻ മ്യോഗൻ എന്ന് വന്നത്. ഓക്കെ, അടുത്തത് ഷി ലൈക്ക് ഡാൻസ്. സിമാക് MAG എന്നാണ് ടൈപ്പ് ചെയ്ത മിസ്റ്റേക്കാണ്. സിമാക് ഡാൻസൻ. മാകുന്ന എന്തുകൊണ്ടാണ് വന്നത്? മ്യോഗൻ എന്നുള്ള വെർബിനെ ഇഷിലും എർസിയസിലും മാക് എന്നാണ് കോൺജുഗേഷൻ വരുന്നത്. ഐ ലൈക്ക് യു. ഇഷ് മാക് ഡിഷ്. ഇഷിൻ്റെ കോൺജുഗേഷനാണ് മാക് വരുന്നത്. അത് കഴിഞ്ഞ് ഡിഷ്, യു എന്നുള്ള ഡിഷ്. ഓക്കെ, അടുത്തത് വൊള്ളൻ. വാണ്ട് അല്ലെ വില്ല് എന്നാണ് മീനിങ് വരുന്നത്. ഇത് ഇൻറ്റൻഷൻ, നമ്മൾക്ക് ഒരു ആവശ്യം, അതൊക്കെ അതിന് വേണ്ടിയാണ് നമ്മളിത് എപ്പോഴും ഇതാക്കുന്നത്, യൂസ് ചെയ്യുന്നത്. ഷി വാണ്ട് ടേസ്റ്റ് ദ ബ്രെഡ്. സി വിൽ ദെം ബ്രോട്ട് ഷ്മെക്കൻ. അവിടെ ദർ ബോട്ട് എന്നുള്ളത് ദെം ബ്രോട്ട് ആവാൻ കാരണം ഷ്മെക്കൻ എന്നുള്ള വെർബ് അത് ഡാറ്റീവ് വെർബാണ്. ഡാറ്റീവ് വെർബിനാണ് അവിടെ എന്താണ് ദെം എന്ന് വന്നത്. അതുകൊണ്ടാണ് അവിടെ ആർട്ടിക്കിൾമാർ അവിടെ ദെം ബ്രോട്ട് എന്നായത്. ഓക്കെ, അടുത്തതാണ് ഐ വാണ്ട് ടു ഈറ്റ് ഐസ്ക്രീം. ഇഷ് വിൽ ഐസ് എസൻ. ഇഷ് വിൽ ഐസ് എസൻ. ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീമിനെയാണ് അങ്ങനെ പറയാം. അടുത്തതാണ് ഐ വാണ്ട് യുവർ എൽഫ്. ഇഷ് വിൽ ദിർ ഹെൽഫൻ. എൽഫൻ ഒരു ഡാറ്റീവ് വെർബ് ആയതുകൊണ്ടാണ് അവിടെ ദിർ എന്ന് വന്നത്. ഓക്കെ, ഇഷ് വിൽ ദിർ ഹെൽഫൻ. അടുത്തത് മ്യോസ്റ്റ്. ടു വുഡ് യു ലൈക്ക് എന്ന മീനിങ് ആണ്. അവൾക്ക് ഡാൻസ് ഇഷ്ടമാണ്. സി മ്യോസ്റ്റസ്റ്റ് ഡാൻസൻ. മ്യോസ്റ്റസ്റ്റ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. കോൺജുഗേഷൻ സി ഫോമിൽ വരുമ്പം മ്യോസ്റ്റസ്റ്റ് എന്നാണ് വരുന്നത്. EST എന്ന് ആഡ് ആവുന്നു. അടുത്തതാണ് എനിക്ക് ടോയ്സ്ലാൻഡിൽ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. ഇഷ് മ്യോസ്റ്റേ ഇൻ ടോയ്സ്ലാൻഡ് ആർബൈറ്റൻ. മ്യോസ്റ്റേ വെർബ് വന്നു, അവസാനം ഫുൾ വെർബായിട്ട് ആർബൈറ്റൻ എന്നും വന്നു. ഇത്രേ ഉള്ളൂ മൊഡൽ വെർബ്. എക്സാമ്പിൾ വെച്ച് വളരെ എളുപ്പമാണ്. മൊഡൽ വെർബ് വെക്കുമ്പോഴത്തേനും ഏറ്റവും അവസാനം ആമൻ്റെയിൽ ഇൻഫിനിറ്റീവ് വെർബായിട്ട് അല്ലെങ്കിൽ ഫുൾ ഫോമായിട്ട് വെർബ് വരുന്നു. കോൺജുഗേഷൻ അതുപോലെ മൊഡൽ വെർബിൻ്റെ കോൺജുഗേഷൻ എപ്പോഴും സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്താണ് എഴുതുന്നത്. അപ്പോൾ കോൺജുഗേഷൻ തെറ്റാതെ മസ്റ്റായിട്ട് പഠിച്ച് വെക്കുക. അപ്പോഴത്തേന് കറക്റ്റായിട്ട് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ ജർമ്മൻ ആൽഫബറ്റ് പ്രൊനൗൺസ് ചെയ്യാമെന്നും അത് ഇന്നത്തെ നമ്മുടെ വീഡിയോ അഡോസു, അതായത് നുൾ കണക്ടോഴ്സിനെ കുറിച്ചാണ്. നുൾ കണക്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണക്ടോർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാ രീതിയിൽ എങ്ങനെയാണോ നമ്മൾ സെൻറ്റൻസ് എഴുതുന്നത് അതുപോലെ തന്നെയാണ് വരുന്നത്. അതായത് ഇപ്പോൾ ആബർ വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് അങ്ങനെയായിരിക്കും വരുന്നത്. അതിനെയാണ് നുൾ കണക്ടോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അഡോസു എന്ന് പറയുന്നൊരു ടിപ്പാണ് തന്നിരിക്കുന്നത്. അതായത് അഡോസു എന്ന് പറയുമ്പോൾ അവിടെ ഏനെ നമ്മൾ ആബർന്നും ഡീനെ ദെൻ
ohne oder, es, sondern, you, und. ഇതെല്ലാത്തിനെയും ഓർത്തിരിക്കാനുള്ള ഒരു ടിപ്പിലാണ് അഡോസു എന്നിവിടെ പറയുന്നത്. അതിൻ്റെ മീനിങ് നോക്കാം. aber, but, denn, because, oder, or, und, and, sondern, rather അല്ലെ but. സ്വന്തം എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കാം. സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നത് അഡോസു കഴിഞ്ഞാൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അഡോസു എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഈ aber, then, oder, und, sondern ഇതിനെയാണ് അഡോസു എന്ന് പറയുന്നത്. അഡോസു കഴിഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് രണ്ട് സെൻറ്റൻസിനെ കണക്ട് ചെയ്യാനാണ് നമ്മൾ അഡോസു യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തതാണ് aber. Ich mag das Fußball, aber ich spiele nicht. എനിക്ക് ഫൂസ്ബാൾ അതായത് ഫുട്ബോൾ ഇഷ്ടമാണ്, പക്ഷേ ഞാൻ കളിക്കാറില്ല. ich spiele nicht. ich mag spielen, aber ich habe keine Zeit. എനിക്ക് കളിക്കാൻ ഇഷ്ടമാണ്, aber പക്ഷേ എനിക്ക് സമയമില്ല. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ, സബ്ജക്റ്റ്, വെർബ്, അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് അല്ല, ഇവിടെ മാഗ് എന്നുള്ളത് മൊഡൽ വെർബ് ആയതുകൊണ്ട് ഫുൾ ഫോമിലാണ് അവിടെ അവസാനം വെർബ്. അത് കഴിഞ്ഞിട്ട് ആബറ വന്നു കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് അങ്ങനെ തന്നെ വന്നിരിക്കുന്നു. ഓക്കെ, അടുത്തതാണ് ദെൻ. ദെൻ എന്ന് പറഞ്ഞാൽ ബിക്കോസ്. ich lerne Deutsch, then ich will in Deutschland studieren. ഞാൻ ഡോയ്ഷ് പഠിച്ചു, ബിക്കോസ് എന്തുകൊണ്ട്, ഡോയ്ച്ച്ലാൻഡിൽ പഠിക്കാനായിട്ട്. ഓക്കെ, അത്രേ ഉള്ളൂ, സിമ്പിളാണ്. കോൺജുഗേഷൻ നോക്കിയാൽ മതി വെർബ് വരുമ്പോഴത്തേനും. ich treibe jeden Tag Sport, then ich will fit bleiben. ഞാൻ എല്ലാ ദിവസവും സ്പോർട്ട് ചെയ്യാറുണ്ട്, എന്തുകൊണ്ടാണ്, ബിക്കോസ് എനിക്ക് ഫിറ്റായിട്ടിരിക്കണം. ഓക്കെ, ഫിറ്റായിട്ട് സ്റ്റേ ചെയ്യണം, ബ്ലൈബൻ ടു സ്റ്റേ. അടുത്തതാണ് ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർ. ich spiele Fußball oder Tischtennis. അതായത് ഞാൻ ഫൂസ്ബാൾ മാത്രമല്ല ടിഷ് ടെന്നീസ് ടേബിൾ ടെന്നീസും കളിക്കും. ഫൂസ്ബാൾ ഫുട്ബോൾ. ഓക്കെ, ich trinke ein Tee oder ein Kaffee. ഞാൻ ടീ മാത്രമല്ല കോഫിയും കുടിക്കും. അടുത്തത് സ്വന്തം. ഞാൻ പറഞ്ഞായിരുന്നു സ്വന്തം എപ്പോഴും നെഗറ്റീവ് സെൻറ്റൻസിനെയാണ് സ്വന്തം ആഡ് ചെയ്യുക. നെഗറ്റീവ് കാര്യങ്ങൾ ഞാനില്ല, ചെയ്യത്തില്ല, എനിക്കിഷ്ടമില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് നമ്മൾ സ്വന്തം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ich mag nicht das Auto, sondern ich habe Fahrrad. എനിക്ക് ഔട്ടോ ഇഷ്ടമല്ല, അതുകൊണ്ട് സ്വന്തം ich habe. എന്തുകൊണ്ടാണ്, ich habe Fahrrad. എനിക്ക് ഫറാഡ് ഉള്ളത് കൊണ്ട് എനിക്ക് ഔട്ടോ എന്ന് പറഞ്ഞാൽ കാർ ഇഷ്ടമല്ല. ich mag nicht Apfel, sondern ich mag Apfelsaft. എനിക്ക് ആപ്പിൾ ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ആപ്പിൾ സാഫ്റ്റ് അതായത് ആപ്പിൾ ജ്യൂസ് ഇഷ്ടമാണ്. അടുത്തത് und എന്ന് പറഞ്ഞാൽ ആൻഡ്. mein Hobby sind Music hören und tanzen. എൻ്റെ ഹോബീസ് മ്യൂസിക് കേൾക്കുകയും ഡാൻസ് ചെയ്യുകയുമാണ്. സിന്ത് വന്നത് എന്തുകൊണ്ടാണ്, രണ്ട് കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് അവിടെ സിന്ത് എന്നുള്ള കോൺജുഗേഷൻ വന്നത്. ഒരു ഹോബീസാണ് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഈസ്റ്റ് എന്നേ വരത്തുള്ളൂ. അടുത്ത എക്സാമ്പിളാണ് ich kaufe das Gemüse und ein Apfelsaft. ഞാൻ ഗമ്യൂസും വെജിറ്റബിളും ആപ്പിൾ സാഫ്റ്റും ആപ്പിൾ ജ്യൂസും വാങ്ങിച്ചു. അഡോസു കണക്ടോർ ഇത്രേ ഉള്ളൂ. അപ്പം നല്ലപോലെ ഇത് അറിഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പം സെൻറ്റൻസ് രണ്ടെണ്ണവും കണക്ട് ചെയ്യാൻ പറ്റും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ടെമ്പാരൻ വെർബിനെ കുറിച്ചാണ്. അതായത് A1 ലെവലിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമർ പോർഷനാണ് ടെമ്പാരൻ വെർബ് എന്ന് പറയുന്നത്. വെർബ് തന്നെ രണ്ടെണ്ണം ഉണ്ട്, ടെമ്പാരൻ വെർബും അതുപോലെ തന്നെ ടെമ്പാരൻ വെർബ്, അതായത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതും. അപ്പോൾ ആദ്യം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന വെർബിനെ കുറിച്ചാണ്, ടെമ്പാരൻ വെർബിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ കുറച്ച് ടിപ്പുകൾ പറയുന്നുണ്ട്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ടെമ്പാരൻ വെർബ് യൂസ് ചെയ്ത് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ
അൺകോമൺ എന്നുള്ളൊരു വെർബ് ഞാൻ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുണ്ട്. അൺകോമൺ എന്ന് പറഞ്ഞാൽ ടു അറൈവ് എന്നാണ് മീനിങ് വരുന്നത്. അതായത് കൊമ്മൻ എന്നുള്ള വെർബ് നമുക്കറിയാം, കൊമ്മൻ ടു കം എന്നല്ലേ. പക്ഷേ ഇവിടെ ഈ കൊമ്മൻ എന്നുള്ള വെർബിനെ നമ്മൾ സഫിക്സ് ആയിട്ടെടുക്കും. അതുപോലെ അൻ എന്നുള്ള വെർബിനെ വേർഡിനെ നമ്മൾ പ്രിഫിക്സ് എന്ന രീതിയിൽ എടുക്കും. അപ്പോൾ ഇവിടെ പ്രിഫിക്സ് അന്നും സഫിക്സ് കൊമ്മൻ എന്നാണ് വരുന്നത്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. അതിന് മുമ്പ് 2 കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഒന്നാമത്തെ കാര്യം, സഫിക്സ് നമ്മൾ സബ്ജക്റ്റിനെ നോക്കി കോൺജുഗേറ്റ് ചെയ്തെഴുതും. സബ്ജക്റ്റിനെ നോക്കി സഫിക്സ് നമ്മൾ കോൺജുഗേറ്റ് ചെയ്തിട്ട് എഴുതും. അതായത് സഫിക്സ് എന്ന് പറഞ്ഞാൽ ആ വെർബാണ്. വെർബിനെ നമ്മൾ സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്ത് സെക്കൻഡ് പൊസിഷനിൽ എഴുതും. രണ്ടാമത്തെ കാര്യമാണ് പ്രിഫിക്സ്. പ്രിഫിക്സ് എപ്പോഴും നമ്മൾ സെൻറ്റൻസിൻ്റെ ആ മണ്ടയിലാണ് എഴുതുന്നത്. അതായത് അവസാനം കൊണ്ടുപോയി നമ്മൾ ആ പ്രിഫിക്സ് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് 2 കാര്യങ്ങൾ. ഇത് ആദ്യം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇഷ് കൊമ്മേ നോയ് നോവർ അൻ. കണ്ടോ? അപ്പോൾ അവിടെ പ്രിഫിക്സിനെ നമ്മൾ അൺകോമൺ എന്നുള്ള വെർബിനെ നമ്മൾ അൻ എന്നുള്ള പ്രിഫിക്സിനെ നമ്മൾ സെൻറ്റൻസിൻ്റെ ആമൻ്റെ കൊണ്ടുപോയി ഇട്ടു. ഓക്കെ, പ്രിഫിക്സ് ഇട്ടു. ഇനി സഫിക്സ് എന്ന് പറഞ്ഞാൽ കൊമ്മൻ എന്നുള്ള വെർബാണ്. അതിനെ നമ്മൾ സബ്ജക്റ്റ് ഇഷ് എന്നുള്ള സബ്ജക്റ്റിനെ വെച്ച് നോക്കി കോൺജുഗേറ്റ് ചെയ്ത് എഴുതുമ്പം കൊമ്മ എന്ന് എഴുതി. അപ്പം ആ സെൻറ്റൻസ് ഇഷ് കൊമ്മേ നോയ് നുവർ അൻ എന്നായി. അതായത് ഞാൻ 9 മണിക്ക് വരും, എത്തും, അറൈവ് ചെയ്യും എന്നാണ്. അപ്പം അടുത്ത എക്സാമ്പിൾ, ദ സൂ സോൾ നോയ് നുവർ അൺകോമൺ. ഇവിടെ പക്ഷെ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. കാരണം ഇവിടെ എന്താണ്, ഇവിടെ സോൾ എന്നുള്ള മോഡൽ വെർബ് വന്നിരിക്കുന്നത് കൊണ്ട് ആമൻ്റെയിൽ നമ്മുടെ ട്രംപാരൻ വെർബ് ഫുൾ ഫോമിൽ, അതായത് ഫുൾ വെർബോട് തന്നെ ആമൻ്റെയിൽ പോയി ആഡാവും. ഓക്കെ, അതായത് മൊഡാൽ വെർബ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആമൻ്റെയിൽ ഫുൾ വെർബ് വരണം. അതുകൊണ്ട് ആ ട്രംപാരൻ വെർബ് ഫുൾ വെർബായിട്ട് തന്നെ അൺകോമൺ എന്നായിട്ട് തന്നെ ആമൻ്റെയിൽ പോയി ആടാം. അപ്പോൾ ആദ്യം തന്നെ ഈ 3 കാര്യങ്ങളും മസ്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രംപാരൻ വെർബ് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എന്താണ്, ട്രംപാരൻ വെർബ് സെൻറ്റൻസിൽ മൊഡാൽ വെർബ് വരുന്നുണ്ടെങ്കിൽ ട്രംപാരൻ വെർബ് ആമൻ്റെയിൽ ഫുൾ വെർബായിട്ട് തന്നെ പോകും. അതുപോലെ സഫിക്സ് നമ്മൾ എന്താണ് സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്ത് സബ്ജക്റ്റിനെ നോക്കി കോൺജുഗേറ്റ് ചെയ്ത് എഴുതും. പ്രിഫിക്സ് നമ്മൾ സെൻറ്റൻസിൻ്റെ ആമൻ്റെയിലിടും. അടുത്ത വാക്ക് നോക്കാം, അപ്സാഗൻ. അപ്സാഗൻ എന്ന് പറഞ്ഞാൽ ടു ക്യാൻസൽ എന്നാണ് മീനിങ് വരുന്നത്. ഇവിടുത്തെ സഫിക്സ് ആണ് സാഗൻ എന്നുള്ള വെർബ്, പ്രിഫിക്സ് ആണ് അബ്. ഓക്കെ, അപ്പം നമുക്ക് സെൻറ്റൻസ് നോക്കാം. ഇഷ് സാഗെ പ്രൂഫും അപ്പ്. ഞാൻ പ്രൂഫും ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ ഒരു മൊഡാൽ വെർബ് വരുമായിരുന്നു, എങ്ങനെയാകും? ഇഷ് ക്യാൻ പ്രൂഫും അപ്പ് സാഗൻ. മൊഡാൽ വെർബ് വരുമ്പോഴത്തേനും ആമൻ്റെയിൽ ഫുൾ വെർബിൽ നമ്മുടെ ടെമ്പറൻ വെർബ് പോകും. ഓക്കെ, അടുത്ത വേർഡാണ് ഔസ്റ്റേഹൻ. ഔസ്റ്റേഹൻ എന്ന് പറഞ്ഞാൽ ടു വേക്കപ്പ്, എഴുന്നേൽക്കുക. ഇഷ്ടേഹെ സീബൻ ഉവർ ഔഫ്. ഓക്കെ, സെക്കൻഡ് പൊസിഷനിൽ നമ്മുടെ സഫിക്സിനെ കോൺജുഗേറ്റ് ചെയ്ത് എഴുതി, ആമൻ്റെയിൽ നമ്മുടെ പ്രിഫിക്സും പോയി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് സിമ്പിളായിട്ട് ട്രംപാരൻ വെർബ് അല്ലെങ്കിൽ ട്രംപാരൻ സെൻറ്റൻസ് റെഡിയാക്കാൻ പറ്റും. അടുത്ത ഒരു എക്സാമ്പിളോട് നോക്കാം. ഔഫ് മാഗൻ. ഔഫ് മാഹൻ എന്ന് പറഞ്ഞാൽ ടു ഓപ്പൺ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെർബുകളാണ് ഈ എക്സാമ്പിൾസ് പറയുന്നത്. ക്യാൻ യു പ്ലീസ് ഓപ്പൺ ദ ഡോർ എന്ന് ചോദിക്കുന്നത്. ഇതുവരെ യാവോർ നയൻ ഫ്രാഗയാണ്. അപ്പോൾ നമ്മൾ എന്താണ്, വെർബായിരിക്കും ആദ്യമേ യൂസ് ചെയ്യുന്നത്. വെർബ് കഴിഞ്ഞിട്ടേ ഉള്ളൂ സബ്ജക്റ്റ് പിന്നെ ഒബ്ജക്റ്റ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പം ക്യാൻസ് ടു പിറ്റി ദി ക്യൂർ ഔഫ് മാഹൻ. ആ ഡോർ ഒന്ന് തുറക്കാവോ. അപ്പം യാ ഇഷ് മാഹെ ദി ക്യൂർ ഔഫ്. ആൻസർ പറയുമ്പോൾ നമ്മൾ എന്താണ്, ട്രംപാര വെർബാണ് അവിടെ ആ ചോദ്യത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആൻസർ പറയുമ്പോൾ നമ്മളത് സ്പ്ലിറ്റ് ചെയ്ത് പറയും. അതായത് മാഹൻ എന്നുള്ള വെർബിനെ നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ മാഹെ എന്ന് സബ്ജക്റ്റിനെ നോക്കി കോൺജുഗേറ്റ് ചെയ്തിട്ട് ആമൻ്റെയിൽ ഔഫ് പോകും. അടുത്ത എക്സാമ്പിളാണ് അൻസേഹൻ. ടു വാച്ച് അല്ലെങ്കിൽ ടു ഇൻസ്പെക്ട് എന്നാണ് മീനിങ് വരുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ, ദർ ഫാദർ സീറ്റ് ഹോയ്റ്റെ ആബന്ദ് ഐനം ഫിലിം അൻ. അപ്പം അൻസേഹൻ എന്നുള്ളത് സീറ്റിൽ നിന്ന് കോൺജുഗേറ്റ് ചെയ്ത് സെക്കൻഡും വന്നും ആമൻ്റെയിൽ അന്നെന്നും വന്നു. അപ്പോൾ അടുത്തത് കുറച്ച് പ്രിഫിക്സുകളാണ് തന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഈ
ട്രംബാരൻ വെർബ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ട്രംബാരൻ വെർബ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കുറച്ച് പ്രിഫിക്സുകൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇത് ട്രംബാരൻ വെർബാണ്, ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന വെർബുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് പ്രിഫിക്സുകളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പ്, അൻ, ഔസ്, ഔഫ്, ഐൻ, ഹൈൻ, ഹെർ, ഹെറൗസ്, hin, hinaus, los, mit, na, for by, weg, su, zurück. അപ്പം ഇതാണ് പ്രിഫിക്സുകൾ വരുന്നത്. അപ്പം ഇതൊക്കെ ഫസ്റ്റ് വരുവാണെങ്കിൽ അപ്പോൾ അതൊക്കെയായിരിക്കും ട്രംബാരൻ വെർബ്. അപ്പം ഇതൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ട്രംബാരൻ വെർബുകൾ. ഓക്കെ, അപ്പോൾ കുറച്ച് വെർബുകളും ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പ് ഹോളൻ, ടു പിക്കപ്പ്, അൺനെയ്മൻ, ടു accept, mitgehen, to go with, abschreiben, to copy അല്ലെങ്കിൽ to write off. ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്രംബാരൻ വെർബിനെ കുറിച്ചാണ്. ട്രംബാരൻ വെർബിൻ്റെ ബാക്കി പാർട്ടാണ് ട്രംബാരൻ വെർബ്. ഓക്കെ, അപ്പം ട്രംബാരൻ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത വെർബുകളെയാണ് നമ്മൾ ട്രംബാരൻ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ബെക്കൊമ്മൻ എന്നുള്ള വെർബാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ പ്രിഫിക്സ്, സഫിക്സ് അങ്ങനെയൊന്നുമില്ല, എന്താണ് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. അപ്പം ബെക്കൊമ്മൻ എന്നുള്ള വെർബാണ്. ഇതിൻ്റെ മീനിങ് വരുന്നത് ടു ഗെറ്റ് അല്ലെങ്കിൽ ടു റിസീവ് എന്നാണ് മീനിങ് വരുന്നത്. നാളെ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടും. ഇഷ് ബെക്കൊമ്മെ മോഗൻ ഐൻഗഷങ്ക്. അപ്പോൾ ഇവിടെ വെർബ് ബെക്കൊമ്മൻ എന്നുള്ള വെർബ് ഇഷിനെ നോക്കി നമ്മൾ ബെക്കൊമ്മ എന്ന് കോഞ്ചുഗേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ, എളുപ്പമാണ്. ട്രംബാരൻ നമ്മൾ സാധാ സെൻറ്റൻസ് എങ്ങനെയാണോ വെർബ് കോഞ്ചുഗേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ട്രംബാരയിലും വരുന്നത്. അടുത്ത എക്സാമ്പിളാണ് ബെസ്റ്റേയൻ. ബെസ്റ്റേയൻ എന്ന് പറഞ്ഞാൽ ടു പാസ് എന്നാണ് മീനിങ്. ഇഷ് ബെസ്റ്റേയ ദി പ്രൂഫും. ഞാൻ പ്രൂഫിങ്ങിന് പാസ്സായി. അതായത് പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ എക്സാം. ഈ പ്രൂഫിങ്ങിന് പാസ്സായോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കാൻസ്റ്റ് ദു ദി പ്രൂഫിംഗ് ബെസ്റ്റേയൻ എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ ബെസ്റ്റേ എന്നുള്ള വെർബ് ആമൻ്റെ പോകാനുള്ള കാരണം ക്യൊന്നൻ എന്നാണ് അവിടെ വന്നിരിക്കുന്നത്. മൊഡാൽ വെർബാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും അവസാനം ബെസ്റ്റേവൻ എന്ന് വെർബ് പോയി. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സെൻറ്റൻസിൽ ട്രംബാരൻ വെർബ് സെൻറ്റൻസിൽ എഴുതുമ്പോഴത്തേനും മൊഡാൽ വെർബ് വരുവാണെങ്കിൽ ആമൻ്റെയിൽ ഫുൾ വെർബായിട്ട് പോകും. ട്രംബാരയ്ക്കകത്ത് എങ്ങനെയാണോ ഒരു മൊഡാൽ വെർബ് വരുമ്പോഴത്തേനും സെൻറ്റൻസ് വരുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അടുത്ത എക്സാമ്പിളാണ് ബേ ആൻഡ് വോട്ടൻ. ബേ ആൻഡ് വോട്ടൻ എന്ന് പറഞ്ഞാൽ ടു ആൻസർ അല്ലെങ്കിൽ ടു റിപ്ലൈ എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ക്യാൻറ്റ് ഡു ആലസ് ആൻഡ് വോട്ടൻ. നീ എല്ലാത്തിനും ആൻസർ ചെയ്തായിരുന്നു. അപ്പോൾ യാ ക്യാൻ ആലസ് ബേ ആൻഡ് വോട്ടൻ. ഓക്കെ, ക്യാൻ വന്നേക്കുന്നത് കൊണ്ട് ഏറ്റവും അവസാനം ബേ ആൻഡ് വോട്ടൻ എന്ന് വന്നു. എങ്ങനെ നമുക്ക് ട്രംബാരൻ വെർബ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പം ആ വെർബിൻ്റെ മുമ്പിൽ തന്നെ നമുക്ക് ബേ, എംഫ്, എൻഡ്, എർ, ഗേ, മിസ്, ഫർ, സർ, ഹിൻഡർ, ഉൻ. ഹിൻഡർ എന്നാണ് HINDER, ആണത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വരുവാണെങ്കിൽ ഒരു വെർബിന് മുമ്പായിട്ട് അതൊക്കെ വരുവായിരുന്നെങ്കിൽ നമുക്ക് ട്രംബാരെ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ട്രംബാര വെർബിൽ സാധാരണ നമ്മൾ എങ്ങനെയാണോ സബ്ജക്റ്റ് കോഞ്ചുഗേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ട്രംബാരൻ വെർബും കോഞ്ചുഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സെസ്റ്റ്യോറൻ ടു ഡിസ്ട്രോയ്, മിസ് ബ്രൗഹൻ ടു മിസ്യൂസ്, എർകെന്നൻ ടു റെക്കഗ്നൈസ്, എംഫേലൻ ടു റെക്കമെൻഡ് അല്ലെങ്കിൽ സജസ്റ്റ്, എൻഫാൻഗൻ റിസീവ്, ബെസാലൻ ടു പേ. അപ്പോൾ ഇതെല്ലാം ഒരു ട്രംബാരൻ വെർബുകളാണ്. ഇതിൽ കൂടുതൽ വെർബുകളുണ്ട്. അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വെർബുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം വളരെ എളുപ്പമാണ്, കുറച്ച് കാര്യം മനസ്സിലാക്കിയാൽ മതി. എങ്ങനെ നമുക്ക് ട്രംബാര വെർബ് മനസ്സിലാക്കാമെന്നും അതുപോലെ തന്നെ വെർബ് എങ്ങനെ കോഞ്ചുഗേറ്റ് ചെയ്യാമെന്നും അറിഞ്ഞാൽ മാത്രം മതി. സിമ്പിളായിട്ട് നമുക്ക് ട്രംബാര സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. ട്രംബാരയാണെങ്കിലും വളരെ എളുപ്പമെന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമെന്ന് പഠിക്കാൻ പറ്റും. ഇന്നത്തെ നമ്മുടെ വീഡിയോ പെർഫെക്റ്റ്, അതായത് പാസ്റ്റ് എങ്ങനെ നമുക്ക് പറയാം എന്നാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്.
ഇത്രയും നാളും നമ്മളൊരു സാധാ സെൻറ്റൻസ് പ്രസൻറ്റ് സെൻറ്റൻസ് എങ്ങനെ എഴുതും, അതിലെങ്ങനെ നമ്മൾ ഗ്രാമേഴ്സ്, അതായത് വെർബുകൾ ആഡ് ചെയ്യും, പ്രിപ്പോസിഷൻ ആഡ് ചെയ്യും, അതൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം പാസ്റ്റിനെ നമ്മൾ പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം വി യൂസ് ടു സ്പീക്ക് അബൌട്ട് ദ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ്, അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പറയുമ്പോഴാണ് നമ്മളെപ്പോഴും ഇപ്പോൾ സ്പീക്കിങ്ങിനൊക്കെ നമ്മളെപ്പോഴും പാസ്റ്റ് ടെൻസ് അല്ലേ പറയുക, അപ്പോൾ പാസ്റ്റിലാണ് പറയുന്നത്. അപ്പോൾ മൊമെൻ്റ് ഉള്ളതിന് നമ്മൾ സൈൻ വെർബാണ് ആഡ് ചെയ്യത്തുള്ളൂ. മൊമെൻ്റ് ഉള്ള സെൻറ്റൻസിന് നമ്മൾ സൈൻ വെർബ് ആഡ് ചെയ്യും. മൊമെൻ്റ് ഇല്ലാത്ത സെൻറ്റൻസിന് നമ്മൾ ഹാബനാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ പറയാൻ കാരണം ഹാബൻ സൈൻ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു ഹെൽപ്പിംഗ് വെർബ് നമുക്ക് ഈ സെൻറ്റൻസ് പെർഫെക്റ്റ് സെൻറ്റൻസിൽ നമ്മൾ ആഡ് ആക്കേണ്ടതുണ്ട്. അതായത് ഹാബൻ ഓർ സൈൻ എന്ന് വരും. ഈ രണ്ട് വെർബിനെയാണ് നമ്മൾ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ്, ഹെൽപ്പിംഗ് വെർബ്, ഒബ്ജക്റ്റ്, പാർട്ടിസിപ്പ് സോയി. ഓക്കെ, പാർട്ടിസിപ്പ് സോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൻറ്റൻസിൽ മെയിനായിട്ട് വരുന്ന വെർബിനെ നമ്മൾ പാർട്ടിസിപ്പ് സോയി ആയിട്ട് ആമൻ്റെ കൊണ്ട് എഴുതും. ഓക്കെ, മെയിനായിട്ടുള്ള വെർബിനെയാണ് നമ്മൾ പാർട്ടിസിപ്പ് സോയി എന്ന് പറയുന്നത്. അതാണ് വരുന്നത്. ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത് ഹാബൻ ഓർ സൈൻ, അതായിരിക്കും ഹെൽപ്പിംഗ് വെർബ്. ഓരോ സെൻറ്റൻസ് അനുസരിച്ചായിരിക്കും ഹാബൻ ആണോ സൈൻ ആണോ നോക്കിയായിരിക്കും നമ്മൾ ഹെൽപ്പിംഗ് വെർബ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നത്. ഇനി വേ ഫ്രാഗ്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേ ഫ്രാഗ്, ഹെൽപ്പിംഗ് വെർബ്, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, പാർട്ടിസിപ്പ് സോയി. ഇനിയിപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. വൺ ബീസ്റ്റ് ദു നാക് പെർലിംഗ് ഗഫാറൻ. ഓക്കെ, ഇവിടെ ഇതൊരു വേഫ്രാഗെ ക്വസ്റ്റ്യൻ ആണ്. വേഫ്രാഗയാണ് വൺ എന്ന് വന്നിരിക്കുന്നു. ബിസ്റ്റ് എന്ന് പറഞ്ഞാൽ വെർബ് സൈനും അതിൻ്റെ കോൺജുഗേഷനാണ് ദു എന്ന ഫോമിലെ കോൺജുഗേഷനാണ് ബിസ്റ്റ്. അപ്പോൾ ബിസ്റ്റ് ദു എന്ന് വന്നിട്ട് എന്താണ് നാക് പെർലിംഗ് ഗഫാറൻ. ഗഫാറൻ എന്നുള്ളത് എന്താണ് പാർട്ടിസിപ്പ് സോയി. ഫാറൻ എന്നുള്ളതിൻ്റെ പാർട്ടിസിപ്പ് സോയി ആണ് ഗഫാറൻ. ഓക്കെ, ആമൻ്റെയിൽ വന്നിരിക്കുന്നു. വൺ ബിസ്റ്റ് ദു നാക് ബെർലിൻ ഗഫാറൻ. ഇന്നാണ് ബെർലിനിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ പറയും ഇഷ് ബിൻ ഗസ്തു നാക് ബെർലിൻ ഗഫാറൻ. അതിൻ്റെ ആൻസർ ആണ്. അപ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചറാണ് സബ്ജക്റ്റ്, ഇവിടെ ഹെൽപ്പിംഗ് വെർബായിട്ട് വന്നിരിക്കുന്ന സൈനാണ്, അതിൻ്റെ സൈൻ്റെ കോൺജുഗേഷനാണ് ഇഷ് അനുസരിച്ച് ബിൻ എന്നാണ് കോൺജുഗേഷൻ വന്നിരിക്കുന്നത്. പിന്നെ നാക് ബെർലിൻ ഗഫാറൻ. ഓക്കെ, അടുത്തത് ഒരു യാവോ നൈൻ ഫ്രാഗ് എങ്ങനെയാണ്? ഹാസ്റ്റ് ടു ദി ഹൗസ് ഓഫ് കാപ്പെ ഗമാക്ട്. ഹൗസ് ഓഫ് കാപ്പെ എന്ന് പറഞ്ഞാൽ ഹോംവർക്ക് നീ ചെയ്തായിരുന്നോ? അപ്പം നമ്മൾ പറയും യാ ഇഷ് ഹാബെ ഹൗസ് ഓഫ് കാപ്പെ ഗമാക്ട്, ഞാൻ ചെയ്തായിരുന്നു. ഇനി നമുക്ക് ഒരു എക്സാമ്പിളോടെ നോക്കാം. സാധാ ഒരു പ്രസൻറ്റ് സെൻറ്റൻസ് ആണ് ഇഷ് ലേർനെ ഡോയിഷ്. അതിനെ നമ്മൾ പാസ്റ്റിൽ പറയുമ്പം ഇഷ് ഹാബെ തോയിഷ് ഗലേൺഡ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പെർഫെക്റ്റ് സെൻറ്റൻസ് മേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം ഹെൽപ്പിംഗ് വെർബ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സെക്കൻഡ് പൊസിഷനിലായിരിക്കും എപ്പോഴും ഹെൽപ്പിംഗ് വെർബ് വരുന്നത്. ഓക്കെ, സെൻറ്റൻസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഇല്ലാത്തതാണോ എന്ന് നോക്കി വേണം നമ്മൾ ഹെൽപ്പിംഗ് വെർബ് ആഡ് ചെയ്യാൻ. ഓക്കെ, അടുത്തതാണ് സെൻറ്റൻസിലെ മെയിൻ വെർബാണ് നമ്മൾ പാർട്ടിസിപ്പ് സോയി ആയിട്ട് എഴുതുന്നത്. അപ്പോൾ ആ പാർട്ടിസിപ്പ് സോയി എപ്പോഴും ആമൻ്റെയിലാണ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് പെർഫെക്റ്റ് സെൻറ്റൻസ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഹെൽപ്പിംഗ് വെർബ് ഹാബൻ്റെ കീഴിൽ വരുന്ന ഹെൽപ്പിംഗ് വെർബും അതിൻ്റെ പാർട്ടിസിപ്പ് സോയിയാണ് കൊടുത്തിരിക്കുന്നത്. മാഹൻ ഗമാക്ട്, കൊഹൻ ഗഖൊക്ട്, ലേർണൻ ഗലേൺഡ്, യൂബൻ ഗയൂപ്റ്റ്. യൂബൻ എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് എന്നാണ് വരുന്നത്. ആർബൈറ്റൻ ഗാർബൈറ്റഡ്, ഹ്യോറൻ ഗഹ്യോട്ട്. അടുത്തത് ഷ്രൈബൻ ഗഷ്രീബൻ. ഇവിടെ വ്യത്യാസമുണ്ട്. ഐ ഷ്രൈബൻ എന്നുള്ളത് ഇവിടെ ഗഷ്രീബൻ എന്നാവും. വെക്കൊമ്മൻ തന്നെ. എസൻ ഗഗേസൻ. ഹെൽഫൻ ഗെ ഹോൾഫൻ ആവും, ഓയാവും, ഗെ ഹോൾഫൻ. ട്രഫൻ ഗെട്രോഫൻ. അൻവോട്ടൻ ഗെ അൻവോട്ടറ്റ്. ഫിൻഡൻ
gefunden. ഓക്കെ, അപ്പോൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട്. അത് മനസ്സിലാക്കി കറക്റ്റായിട്ട് ഹാബനിൽ വരുന്ന ഏതൊക്കെ ഹെൽപ്പിംഗ് വെർബാണോ അതിൻ്റെ പാർട്ടിസിപ്സ് ആയും ഒക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ സൈൻ്റെ വെർബാണ് അടുത്തത്. ഗേയൻ, ഗെഗാങ്കൻ, ഫാറൻ, ഗഫാറൻ, ലൗഫൻ, ഗെലൗഫൻ, കൊമ്മൻ, ഗെക്കൊമ്മൻ, ഫ്ലീഗൻ, ഫോൾഗൻ, റൈസൻ, gereist, werden, geworden, aufsteigen, aufsteigen, aufgestanden to wake up. ഓക്കെ, ഇതാണ് മീനിങ് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളുള്ളൂ സൈനും ഹാബിലും വരുന്ന ഹെൽപ്പിംഗ് വെർബിൻ്റെ പാർട്ടിസിപ്സും ഏതൊക്കെയാണെന്ന് അറിയുക. അപ്പം ഇത് മെയിനായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. കുറച്ച് മെയിനായിട്ടുള്ള വെർബുകളാണ് ഇവിടെ ഞാൻ പറഞ്ഞേക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കുറേ വെർബ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമാണെങ്കിൽ പറയുക, അതനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സിമ്പിളാണ്. നമ്മൾ സൈനിലും ഹാബനിലും വരുന്ന ഹെൽപ്പിംഗ് വെർബുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ പാർട്ടിസിപ്സും മനസ്സിലാക്കുക. എളുപ്പമായിട്ട് നമുക്ക് പെർഫെക്റ്റ് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ.